പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ നാം ഇരുവർ എന്ന കഥയാണ്. നാം ഇരുവർ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള. നാം ഇരുവർ. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. നേരം രാവിലെ 5 മണി. സമയമണി മുഴക്കാൻ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത ചുമർ ക്ലോക്ക് എൻ്റെ മുറിയിലില്ല. നല്ല നാടൻ അലാറം ടൈം പീസും ഇല്ല. ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങാൻ എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ല. എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടി മറ്റാവശ്യങ്ങൾ നിർത്തിവെച്ച് ഒരു കുക്കു ക്ലോക്കോ അല്ലെങ്കിൽ ഒരു റിതം ടൈം പീസോ എനിക്ക് വാങ്ങാൻ കഴിയും. എന്നാൽ യന്ത്രത്തിൻ്റെ സഹായത്താൽ ഉറക്കമുണരുന്നത് മാതൃകാപുരുഷനായ എനിക്ക് യോജിച്ചതല്ലല്ലോ. പള്ളിയിലെ ബാങ്ക് വിളിയിലോ അമ്പലത്തിലെ ശംഖുവിളിയോ കേട്ടുകൊണ്ടും ഞാൻ ഉണരാറില്ല. യന്ത്രത്തിൻ്റെയോ മനുഷ്യൻ്റെയോ സഹായമില്ലാതെ ഇതാ നേരം പുലർന്നിരിക്കുന്നു, എഴുന്നേൽക്കൂ എന്ന പ്രകൃതിയുടെ ആലാപനം കേട്ടുകൊണ്ടാണ് ഞാൻ ഉണരുന്നത്. ഉണർത്തുകയല്ല, ഉണരുകയാണ് വേണ്ടത് എന്ന തത്വത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു. നല്ല തെളിഞ്ഞ പ്രഭാതം. ജനൽ കണ്ണാടിയിലൂടെ അങ്ങകലെ വെളിച്ചം പൊട്ടിവിടരുന്നു. അമൂർത്തമായ ചിത്രം പോലെ മരത്തലപ്പുകൾ വർണ്ണപ്പകിട്ടാർന്ന ചക്രവാളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ജനലിൻ്റെ വിടവിലൂടെ തണുത്ത കാറ്റ് സീൽക്കാരത്തോടെ മുറിയിലേക്ക് പ്രവേശിച്ചു. ശബ്ദമുണ്ടാക്കാതെ വാതിൽ പതുക്കെ തുറന്ന് ഞാൻ വരാന്തയിലേക്ക് ഇറങ്ങി. രാത്രി മുഴുവൻ ഞങ്ങൾക്ക് കാവലായി കത്തിക്കൊണ്ടിരുന്ന ബൾബ് കെടുത്തി. മുറ്റവും കോലായയും പ്രഭാത വെളിച്ചത്തെ സ്വാഗതം ചെയ്തു. എൻ്റെ ഭാര്യ നട്ടുനനച്ച് വളർത്തുന്ന ഞങ്ങളുടെ കൊച്ചു തോട്ടത്തിലെ ചെടികൾക്കിടയിൽ പശിമ കലർന്ന നേരിയ കാറ്റ് പരതിക്കൊണ്ട് പാഞ്ഞുപോയി. ഞാൻ പുറത്തേക്കിറങ്ങി. വീടിനു ചുറ്റും തൊടിയിലും കുറേ നേരം നടന്നു. എൻ്റെ കുട്ടിക്കാലത്തും ഞാൻ ഇതുപോലെ കാലത്ത് തന്നെ ഉണരുമായിരുന്നു. കാലും മുഖവും കഴുകി ധാരാളം പാലൊഴിച്ച് ചായ കുടിച്ച ശേഷം തൊടിയിലിറങ്ങും. കുരുമുളക് വള്ളിക്കും നേന്ത്രവാഴയ്ക്കും കവുങ്ങിൻ തൈക്കും വെള്ളമൊഴിക്കും. നല്ല വെളിച്ചമാകുമ്പോൾ തൊട്ടിയും കയറും എടുത്ത് അടുത്ത പറമ്പുകളിലേക്ക് പോകും. ഞങ്ങൾക്കന്ന് കുറേ തെങ്ങിൻ തോപ്പുകൾ ഉണ്ടായിരുന്നു. 4-5 പത്തായം നിറയെ പാട്ടം വരവുണ്ടായിരുന്നു. നാട്ടിൽ ദാരിദ്ര്യം നടമാടുമ്പോൾ ഞങ്ങളൊട്ടൊക്കെ സമൃദ്ധിയിലായിരുന്നു. എന്നാലും ധനികരെ പോലെ അല്ല ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങളുടെ കുടുംബം ജോലിക്കാരെയും അയൽക്കാരെയും സഹായിച്ചു പോന്നു. നെല്ലും കുമ്പളങ്ങയും തേങ്ങാമുറിയും എൻ്റെ വലിയമ്മായി അവർക്ക് ധർമ്മം കൊടുത്തു. കൈപ്പിഞ്ഞാണത്തിൽ ശർക്കര ചായയും അരി വറുത്തുരുട്ടിയ ഉണ്ടയും ആഹാരമായി കൊടുത്തു. വിശപ്പു മാറി അവരുടെ മുഖത്ത് ആശ്വാസം വിരിയുന്നത് ഞങ്ങൾ ദയയോടെ നോക്കി നിന്നു. അതെല്ലാം എത്ര നല്ല നാളുകളായിരുന്നു. ഫീസ് കൊടുത്താണ് ഞങ്ങൾ അക്കാലത്ത് സ്കൂളിൽ പഠിച്ചത്. 5 ഉറുപ്പിക ഫീസ് അന്ന് വലിയ സംഖ്യയായിരുന്നു. 1000 തേങ്ങയ്ക്ക് 100-ൽ താഴെ വിലയുള്ള കാലമായിരുന്നു അത്. ബുദ്ധിമുട്ടിയെങ്കിലും ഫീസ് കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ കാലം പെട്ടെന്ന് അറുതിയിലാണ്ടു. പാട്ടം നിന്നുപോയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കന്ന് 15 വയസ്സു കാണും. 10ാം തരം പരീക്ഷയ്ക്ക് പഠിക്കുന്ന തിരക്കിൽ ഒരു വൈകുന്നേരമാണ് കുടിയാൻ നിയമം നടപ്പിലാക്കിയ വാർത്ത അറിയുന്നത്. വീട് നിശബ്ദമായി. ബലാത്സംഗം ചെയ്യപ്പെട്ട യുവതിയെപ്പോലെ വീട് തളർന്നു കിടന്നു. എലികളും മരപ്പട്ടികളും നിശബ്ദരായി മച്ചിൻ്റെ മൂലയിൽ എവിടെയോ ഒളിച്ചു. അവയ്ക്കിനി കുറിക്കാൻ നെല്ലെവിടെ, തിന്നാൻ വാഴക്കുല എവിടെ? അന്നു രാത്രി ആരും അത്താഴം കഴിച്ചില്ല. കോലായിലെ ചാരുകസരയിൽ കിടന്ന ബാപ്പ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി. അവിടെ എങ്ങാൻ ഭാവിയെ തിരക്കുന്നതുപോലെ. നടുവകത്തിട്ട പുൽപ്പായയിലിരുന്ന് ഹൃദയം നൊന്തുകൊണ്ട് വലിയമ്മായി EMSനെ പ്രാഗി. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ പത്തായത്തിൽ അവശേഷിച്ച അവസാനത്തെ ഇടങ്ങഴി നെല്ലും വലിയമ്മായി പുറത്തെടുത്തു. മുറത്തിൽ നിന്ന് ഒരു കിള്ളു നെല്ലെടുത്ത് പത്തായത്തിനകത്തിട്ട് അവർ പത്തായം എന്നേക്കുമായി അടച്ചുപൂട്ടി. നടുവകത്തും ചായ്പിലുമായി നിലയുറപ്പിച്ച 4-5 പത്തായങ്ങൾ അതോടെ അനാഥമായി. ഭാവിയെക്കുറിച്ചോർത്ത് കുണ്ഠിതത്തിലായി ഞങ്ങൾ ഓരോരുത്തരും. നമസ്കാരപ്പായയിൽ പത്മാസനമിരുന്ന് വലിയമ്മായി എല്ലാ സങ്കടങ്ങളും ഉള്ളുനൊന്ത് ദൈവത്തോട് വിളിച്ചു പറഞ്ഞു. പത്തായങ്ങൾക്കിടയിലൂടെ ഉയർന്ന അവരുടെ മെതിയടി ഒച്ചകൾ കാലത്തിൻ്റെ പ്രതാപം ഉണർത്തിച്ചുകൊണ്ടിരുന്നു. 1-2 വർഷക്കാലം മാത്രമേ ഞങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വന്നുള്ളൂ.
അപ്പോഴേക്കും പേർഷ്യയിലെത്തിയ ഞങ്ങളുടെ ബാപ്പ കുബേരനായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രാഫ്റ്റുകൾ മുറയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രാഫ്റ്റിലെ സംഖ്യകൾ പെരുകിക്കൊണ്ടിരുന്നു. അങ്ങനെ പ്രതാപത്തിൻ്റെ കൊടി വീണ്ടും ഉയർന്നു. ഗേറ്റിൽ ആരോ പ്രത്യക്ഷപ്പെട്ടു. ഒരു ചെറുപ്പക്കാരനും യുവതിയും. കുപ്പായമിടാൻ വേണ്ടി ഞാൻ അകത്തേക്ക് കടന്നു. രതി ഉണർന്നിരിക്കുന്നു. ഇത്ര പുലർച്ചെ തന്നെ ഇവരെത്തിയോ? അല്പനേരം ഉറങ്ങി ക്ഷീണം തീർക്കാനും ഇവർ സമ്മതിക്കില്ല. രതിയുടെ പരിഹാസവും ദേഷ്യവും കലർന്ന സ്വരം. പാവ രോഗികളല്ലേ എൻ്റെ രതി, ഒന്ന് ക്ഷമിക്ക്. ഉറക്കച്ചടവോടെ കിടക്കയിൽ എഴുന്നേറ്റിരിക്കുന്ന രതിയോട് ഞാൻ പറഞ്ഞു. ക്ഷമിച്ച് എനിക്ക് മടുത്തു. അവൾ കുളിമുറിയിലേക്ക് കയറി. ഞാൻ കൺസൾട്ടിംഗ് റൂമിലേക്കും. സ്ഥിരമായി എന്നെ വന്നു കാണുന്നവരാണ് 2 NGOകൾ, രമണിയും ബാലകൃഷ്ണനും. 2 പേരും ജോലി ചെയ്യുന്നത് താലൂക്ക് ഓഫീസിലാണ്. വീടെവിടെയാണെന്നും എനിക്കറിയാം. അവരുടെ വരുമാനവും എനിക്ക് നിശ്ചയമുണ്ട്. ബാലകൃഷ്ണൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. 2 പേരും സ്ഥിരം രോഗികളാണ്. രമണിയുടെ അനുജത്തി B.Edനാണ്. അവളെ നോക്കാൻ രമണി അല്ലാതെ ആരുമില്ല. 1 ലക്ഷം കൊടുത്തിട്ടാണ് B.Edന് ചേർന്നത്. ലക്ഷം മാത്രമല്ല, മന്ത്രിയുടെ ശുപാർശയും വേണ്ടി വന്നു. പൈതൃകമായി രമണിക്ക് കിട്ടിയ 10 സെൻറ്റും അങ്ങനെ പോയി. സാരമില്ല രമണി, അസുഖം വേഗം മാറും. പകുതി ബാലകൃഷ്ണനോടും പകുതി രമണിയോടും ഞാൻ പറഞ്ഞു. അലമാര തുറന്ന് സാമ്പിൾ മരുന്നുകൾ പരതിയപ്പോൾ രമണിക്ക് കുറിച്ചു കൊടുത്ത ഗുളിക കിട്ടി. വില കൂടിയ ഗുളികയാണത്. ബാലകൃഷ്ണൻ നീട്ടിയ ഫീസ് വാങ്ങാതെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ വേണ്ട, പിന്നീടാവാം. അതിരാവിലെ തന്നെ ഒന്നും തരാതെ പോകുന്നത് ശരിയല്ലല്ലോ. കൈനീട്ടമല്ലേ ഡോക്ടർ? ബാലകൃഷ്ണൻ അത് പറയുമ്പോൾ വയറുവേദന സഹിക്കുന്ന രമണയുടെ മുഖത്തെ ഭാവം മാറി. നേരം പുലർന്നതല്ലേ ഉള്ളൂ, കൈനീട്ടം വാങ്ങാൻ ഇനിയും സമയമുണ്ടല്ലോ. എത്ര രോഗികൾ വരാനിരിക്കുന്നു. രമണിയും ബാലകൃഷ്ണനും നന്ദിയോടെ തല താഴ്ത്തി പടിയിറങ്ങി. ശമ്പളത്തിൻ്റെ അവസാനത്തെ 5 നോട്ടുകൾ ബാലകൃഷ്ണൻ വീണ്ടും പേഴ്സിൽ തിരുകി. പാവം ബാലകൃഷ്ണൻ. അവർക്കൊരു ചായ കൊടുക്കാമായിരുന്നു. ആരോടെന്നില്ലാതെ ഞാൻ പറഞ്ഞു. ചായ പോരല്ലോ, ലഞ്ചും കൂടി കൊടുത്തു വിടാമായിരുന്നു. രതിയുടെ ശബ്ദം അടുക്കളയിൽ നിന്നു കേട്ടു. കോളേജിലും പോകണം, അടുക്കളയിലും ജീവിക്കണം. എനിക്ക് ദൈവം വെച്ചത് ഇന്ത്യൻ സ്ത്രീയുടെ ജീവിതം തന്നെ. ഭാരത സ്ത്രീ തൻ ഭാവശുദ്ധി എന്ന് പറയാൻ ഞാൻ മോഹിച്ചു. പാവൻ രതി ഒരു ഡോക്ടറുടെ ഭാര്യയായിട്ട് എന്തു പ്രയോജനം? വലിയ മണിമന്ദിരമില്ല, യാത്ര ചെയ്യാൻ കാറില്ല, അന്തസ്സില്ല, ആർഭാടമില്ല, അടുക്കളയിൽ സഹായിക്കാൻ ഒരു വേലക്കാരി പോലുമില്ല. രതി എൻ്റെ അയൽക്കാരിയായിരുന്നു, കുറുപ്പുമാഷുടെ മകൾ. ചെറുപ്പം തൊട്ടേ ഒരുമിച്ചു കളിച്ചു വളർന്നു. മണ്ണുകൊണ്ടുള്ള അപ്പത്തിൽ നിന്നു തുടങ്ങി അരി കൊണ്ടുള്ള അപ്പത്തിൽ ആ ബന്ധം അവസാനിച്ചു. മണിപ്പാലിൽ നിന്ന് MD കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മായി അപ്പന്മാരുടെ കാറുകളുടെ ഒരു നിരയാണ് തന്നെ എതിരേറ്റത്. വിദേശത്ത് ജോലി, ഫാക്ടറികൾ, സ്വർണ്ണക്കടകൾ, തോട്ടങ്ങൾ, പ്രലോഭനങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും പട്ടിക അങ്ങനെ നീണ്ടുപോയി. ഒന്നിനും ഞാൻ വഴങ്ങിയില്ല. അല്ലേ? ശരിയാണ്. രതിയുടെ മുഖം ഒരു മുദ്രയായി ഞാൻ മാറിലണിഞ്ഞു. അവളുടെ ഓർമ്മകൾ പക്ഷിയെപ്പോലെ എൻ്റെ ചങ്കിൽ ചിറകിട്ടടിച്ചുകൊണ്ടിരുന്നു. അതെല്ലാം നല്ല കാലമായിരുന്നു. പ്രഭാതത്തിലെ രോഗികൾ അവസാനിച്ചപ്പോൾ മേശവലിപ്പ് തുറന്നു നോക്കി. പച്ചക്കറിയും മീനും വാങ്ങുവാൻ തികയില്ല. സന്തോഷത്തോടെ ഞാൻ മേശവലിപ്പ് അടച്ചു. എല്ലാം ദൈവഹിതം. കൺസൾട്ടിംഗ് റൂമും ചാരി പുറത്തിറങ്ങി. രതി അടുക്കളയിൽ ചലിക്കുകയാണ്. ഉച്ചഭക്ഷണവും കൂടി പാകം ചെയ്തിട്ട് വേണം അവൾക്ക് കോളേജിലേക്ക് പുറപ്പെടാൻ. സ്റ്റൗവിന് കാറ്റടിച്ച് ഞാൻ മടുത്തു. സകല ചാമൻ്റെ വീട്ടിലും ഗ്യാസ് അടുപ്പെത്തി. രതി പരാതിപ്പെടുകയാണ്. സ്റ്റീൽ പ്ലേറ്റിൽ ചൂടുള്ള 2 ഇഡലിയും 2 സ്പൂൺ ചമ്മന്തിയും ഞാൻ എടുത്തിട്ടു. ഇഡലി കഷ്ണങ്ങൾ ഉടച്ച് ചമ്മന്തിയുമായി ഞെരടി സ്വാദോടെ തിന്ന ശേഷം കൈവിരലുകൾ നക്കി തുടയ്ക്കുമ്പോൾ രതി ഇഡലിപ്പാത്രം നീട്ടി. ഒന്നുകൂടി എടുക്ക്, അസലായിരിക്കുന്നു, ഇനി മതി. കാർ ഷെഡിൽ കയറി ഞാൻ സ്കൂട്ടർ പുറത്തേക്ക് ഉന്തിത്തള്ളി. പൊടി പിടിച്ച റക്സിൻ കവറിൽ രോഗികളുടെ കൂടെ വന്ന ഏതോ കുട്ടി ഒരു നായയുടെ ചിത്രം വരച്ച് ചുവട്ടിൽ എഴുതിയിരിക്കുന്നു. നായ, സ്നേഹമുള്ള മൃഗം. ടയറിൽ നിറയെ ചെളി പിടിച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കാനിരുന്നാൽ രതിക്ക് വൈകും. ധൃതിയിൽ പൊടി തട്ടി തുടച്ച ശേഷം സ്കൂട്ടർ പോർട്ടിക്കോവിലേക്ക് എടുത്തു.
ചട്ടുകം പോലുള്ള സ്കൂട്ടറിൻ്റെ കണ്ണാടിയിൽ ഉണ്ടയായി രതി പ്രത്യക്ഷപ്പെട്ടു. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാനായി ഞാൻ സ്ട്രൈക്കറിൽ ചവിട്ടി. പലതവണ ചവിട്ടി. പതിവ് പോലെ അവൻ മുരണ്ടു നിന്നതേയുള്ളൂ. മനുഷ്യ, ഈ സ്കൂട്ടറിൽ ഇനി ഞാനില്ല. എത്ര കാലമായി ഈ ചവിട്ട് തുടങ്ങിയിട്ട്. ചക്കിക്ക് പറ്റിയ ചങ്കരം തന്നെ. രതി ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സ്കൂട്ടർ സ്റ്റാർട്ടായി. ഞാൻ പതുക്കെ നീങ്ങി രതിയുടെ അരികിലെത്തി. ഒരു കുലുക്കത്തോടെ അവൾ ഇരുന്നു. ചാഞ്ചാടിക്കൊണ്ട് സ്കൂട്ടർ നീങ്ങി. പ്രതിഷേധവും നിന്ദയും ആ ചാഞ്ചാട്ടത്തിൽ അവസാനിച്ചു. എൻ്റെ അരയ്ക്ക് ചുറ്റും രതി കൈകെട്ടി. റോഡിന് ഇരുവശവും മെയ്ഫ്ലവർ മരങ്ങൾ ചോല വിരിച്ചിട്ടുണ്ട്. യൂണിഫോം അണിഞ്ഞ വിദ്യാർത്ഥികൾ റോഡിൽ വരിവരിയായി പ്രത്യക്ഷപ്പെട്ടു. എതിരെ റോഡ് മുഴുവൻ കൈയടക്കിക്കൊണ്ട് മദാലസയെപ്പോലെ ഒരു BMW കാർ ഉയർന്നും പതുങ്ങിയും ഓടി വരികയാണ്. കുലുക്കവും ശബ്ദവുമില്ലാതെ ഇരുഭാഗവും കാറ്റടിച്ചുകൊണ്ട് ഇറക്കുമതി ചെയ്ത ആ ഗംഭീരൻ കാർ കടന്നുപോയി. വിദേശ നിർമ്മിതമായ ആ കാർ ഓടിച്ചു പോകുന്ന ഭാഗ്യവാൻ ആരാണെന്നറിയാമോ? എൻ്റെ സഹോദരൻ, എൻ്റെ ഇരട്ട സഹോദരൻ ഡോക്ടർ യൂജിൻ ജബ്ബാർ. സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന സഹോദരൻ ഡോക്ടറെയും ഭാര്യയായ കോളേജ് അധ്യാപിക രതിയെയും കണ്ടപ്പോൾ ഡോക്ടർ യൂജിൻ ജബ്ബാറിൻ്റെ ചുണ്ടുകളിൽ പരിഹാസം വിടർന്നു. വട്ടക്കണ്ണാടിയിൽ അനുജൻ്റെ കാർ റോഡിനപ്പുറത്ത് കറുത്ത പുള്ളിയായി മറയുന്നത് ഞാൻ കണ്ടു. യൂജിൻ ജബ്ബാർ എത്ര നല്ല പേരാണ്. കേൾക്കുമ്പോൾ എന്തൊക്കെ മനസ്സിൽ വന്നു നിറയും. പക്ഷേ അനുജൻ്റെ പേർ മുരുകൻ എന്നായിരുന്നു. ചെറുപ്പത്തിലെ അവനെ വീട്ടുകാരും നാട്ടുകാരും മുരുകൻ എന്ന് വിളിച്ചു. ജബ്ബാർ എന്നായിരുന്നു യഥാർത്ഥത്തിൽ ജനിച്ചപ്പോൾ പേര് വിളിച്ചത്. സ്കൂളിലെത്തിയപ്പോഴാണ് പേരിൻ്റെ പ്രശ്നം കുഴഞ്ഞു മറിഞ്ഞത്. മുരുകൻ എന്ന ഓമന പേര് ഒഴിവാക്കാനും നിവൃത്തിയില്ല. ജബ്ബാർ എന്ന പേര് നിലനിൽപ്പിൻ്റെ പ്രശ്നമായതിനാൽ ചേർക്കാതെയും രക്ഷയില്ല. അങ്ങനെ അവസാനം ഹെഡ് മാസ്റ്റർ ശങ്കരക്കുറുപ്പ് ഒരു നിഗമനത്തിലെത്തി. രണ്ടു പക്ഷത്തെയും സന്തോഷിപ്പിച്ചുകൊണ്ട് മുരുകൻ ജബ്ബാർ എന്ന പേരുണ്ടാക്കി. ആ പേരുമായി വിദ്യാഭ്യാസം എന്ന ജീവിതത്തിലൂടെ ജബ്ബാർ വർഷങ്ങൾ തള്ളി നീക്കി. സ്കൂളും ഹൈസ്കൂളും കോളേജും തിരശീലയ്ക്ക് പിന്നിൽ മാറി മാറി കളിച്ചുകൊണ്ടിരുന്നു. മണിപ്പാലിൽ നിന്ന് ജനറൽ മെഡിസിനിൽ MD ബിരുദവുമായി പുറത്തു വന്നപ്പോൾ മുരുകൻ ആശയക്കുഴപ്പത്തിലായി. ഡോക്ടർ മുരുകൻ ജബ്ബാർ MD എന്നു കേൾക്കുമ്പോഴും കാണുമ്പോഴും ഇമ്പമില്ല. രോഗികൾക്ക് ആ പേരിൽ ആദരവോ ആകർഷണമോ തോന്നുകയില്ല. വളരെ ദിവസം ഉറക്കമൊഴിഞ്ഞതിനു ശേഷം പുതിയ പേർ കണ്ടെത്തി. യൂജിൻ ജബ്ബാർ ഒരു ആംഗ്ലോ മുസ്ലിം പേർ അസലായിരിക്കുന്നു. പട്ടണത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ഒരു കുന്നിൻ ചെരുവിലാണ് ഹൊറൈസൺ ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് ഹോം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 25 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഹോസ്പിറ്റലും മോർച്ചറിയും ഡോക്ടർമാരുടെയും സ്റ്റാഫിൻ്റെയും ക്വാർട്ടേഴ്സുകളും ഷോപ്പിംഗ് സെൻ്ററും ഹോട്ടലും നവീന രീതിയിൽ പണി ചെയ്യിച്ചതാണ്. കണക്കിൽ കവിഞ്ഞ പണവും വിദഗ്ധരായ ശില്പികളുടെ സേവനവും ഇതിനുവേണ്ടി ഉപയോഗിച്ചു. മനോഹരമായ ഉദ്യാനത്തിന് നടുവിലൂടെ ജലധാര കെട്ടിപ്പടുത്ത സിമന്റ് തിണ്ണ വലം വെച്ച് BMW കാർ ആശുപത്രിയുടെ പ്രധാന ഗേറ്റിൽ വന്നു നിന്നു. വെള്ള യൂണിഫോം ധരിച്ച ഡ്രൈവർ തുറന്നുകൊടുത്ത വാതിലിലൂടെ ഡോക്ടർ യൂജിൻ ജബ്ബാർ പുറത്തു വന്നു. പരിസരത്ത് കണ്ടവരോടെല്ലാം ചിരിച്ചും കുശലം പറഞ്ഞും ഡോക്ടർ ജബ്ബാർ 1-ാം നിലയിലുള്ള സൂപ്രണ്ടിൻ്റെ മുറിയിലേക്ക് കടന്നു. കൺസൾട്ടേഷന് വന്ന രോഗികളും ബന്ധുക്കളും അക്ഷമരായി കാത്തു നിൽക്കുന്നുണ്ട്. ജനറൽ ഫിസിഷ്യൻ എന്ന നിലയിൽ ഡോക്ടർ യൂജിൻ ജബ്ബാർ ഇതിനകം നല്ല കീർത്തി നേടിക്കഴിഞ്ഞു. ഒന്നാന്തരം കൈപ്പൊരുത്തമുള്ള ഡോക്ടർ എന്നാണ് നാട്ടുമ്പുറത്തുകാർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അഭിനയ തിയേറ്ററിൻ്റെ ഉടമ ബാബു അനന്തനും അദ്ദേഹത്തിൻ്റെ അമ്മയും ഡോക്ടറുടെ മുറിയിലേക്ക് കടന്നു വന്നു. ബാബുവിൻ്റെ അമ്മയ്ക്ക് ഏകദേശം 60 വയസ്സു കാണും. അധികം ഉയരമില്ലാത്ത വീതിയേറിയ ശരീരം, വെളുത്തു തുടുത്ത മുഖത്ത് പഴയ കാലത്തെ പ്രതാപം പോലെ ചാലുകൾ വീണിട്ടുണ്ട്. കഴുത്തിലെ വരകളിൽ പൗഡറിൻ്റെ നേരിയ നൂലുകൾ, നരച്ച മേൽപുരികങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട കറുത്ത രോമങ്ങൾ. എൻ്റെ മോനെ, എന്നെ നന്നായി നോക്ക്. കിതച്ചിട്ട് ഒരടി നടക്കാൻ വയ്യ. തല ചുറ്റിയിട്ട് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. അധികം ഇരുന്നാൽ ഛർദി വരും. തലയിൽ എന്തോ വല്ലാത്ത ഭാരം. നെഞ്ചിൽ ആയിരക്കണക്കിന് പ്രാവിൻ കുട്ടികൾ കുറുകുന്നത് പോലെ.
യൂജിൻ ജബ്ബാറിൻ്റെ രോഗികളിൽ കൂടുതലും വൃദ്ധകളാണ്. ഡോക്ടറെ കാണുമ്പോൾ തന്നെ അവർക്ക് രോഗം ഭേദപ്പെടും. ഡോക്ടറുടെ ഒരു വാക്കു കേട്ടാൽ മതി, രോഗം പകുതി സുഖം പ്രാപിക്കും. എക്സാമിനേഷൻ ടേബിളിൽ അവരെ കയറ്റിക്കിടത്താൻ നന്നായി പാടുപെട്ടു. ആനക്കുട്ടിയെ ഇതിലും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം, ഡോക്ടർ പറഞ്ഞു. അമ്മേ, തൂക്കം നോക്കണം. ഇപ്പോൾ നോക്കി മോനെ, 1 മാസം കൊണ്ട് 2 കിലോ കുറഞ്ഞു. 86ആയി. ഇനിയും കുറയ്ക്കണം, 70-ലെത്തണം, ഡോക്ടർ അമ്മയുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കിതയ്ക്കുന്നതിനിടയിൽ വൃദ്ധ ചോദിച്ചു, അയ്യോ, ഇങ്ങനെ കുറച്ചാൽ ഞാൻ ചത്തുപോയില്ലേ? 1 കിലോ കുറഞ്ഞ 1 കൊല്ലം ആയുസ് നീളും. ഡോക്ടറുടെ പ്രസ്താവന അവരെ സന്തോഷിപ്പിച്ചു. 2 വർഷമാണ് ബോണസായി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അമ്മയുടെ കനത്ത തോളിൽ അതിനൊത്ത നീളമില്ലാത്ത ബ്ലഡ് പ്രഷർ അടയാളപ്പെടുത്തുന്ന ഉപകരണത്തിൻ്റെ കഫ് കെട്ടാൻ ഡോക്ടർ പാടുപെട്ടു. ക്യാൻവാസ് മതിയാവുന്നില്ല. വളരെ കഷ്ടപ്പെട്ട ശേഷം ഡോക്ടർ അമ്മയുടെ BP രേഖപ്പെടുത്തി. 1 ആഴ്ച ഇവിടെ നിൽക്കട്ടെ, BP കൂടിയിട്ടുണ്ട്. ഡോക്ടർ യൂജിൻ ജബ്ബാർ കേസ് ഷീറ്റ് എഴുതാൻ തുടങ്ങി. എഴുതുന്നതിനിടയിൽ ഡോക്ടർ തുടർന്നു, ഭക്ഷണം കുറയ്ക്കണം, മധുരം കുറയ്ക്കണം, ശരീരം അല്പം ഇളക്കണം. ഇതെല്ലാം എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാണ്? രോഗിയെ അഡ്മിറ്റ് ചെയ്യാനുള്ള വിഷമം ബാബുവിൻ്റെ മുഖത്ത് തെളിഞ്ഞു. വാക്കുകൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ സിസ്റ്റർ വൃദ്ധയെയും തെളിച്ച് കോറിഡോറിലേക്ക് ഇറങ്ങി. ഇനി 10-15 ദിവസം അവർ ഈ നഴ്സിംഗ് ഹോമിൻ്റെ തടവുകാരിയായിരിക്കും. യൂജിൻ ജബ്ബാറിൻ്റെ നഴ്സിംഗ് ഹോം ഇതിനകം പ്രസിദ്ധി ആർജിച്ചു കഴിഞ്ഞു. 10,000 ഉറുപ്പികയും കേടുവന്ന ഒരു മനുഷ്യനെയും കൊണ്ട് ജബ്ബാറിനെ സമീപിച്ചാൽ ആ തടി രക്ഷപ്പെട്ടതു തന്നെ. ഡോക്ടർ യൂജിൻ ജബ്ബാറിൻ്റേത് വില കൂടിയ ഡിഗ്രികളാണ്. മണിപ്പാലിൽ നിന്ന് ജബ്ബാർ രക്ഷപ്പെടുമ്പോഴേക്കും അയാളുടെ ബാപ്പ നിരവധി ലക്ഷങ്ങൾ ചെലവഴിച്ചു. ഈ പണം അത്രയും ഇപ്പോൾ രോഗികളായ നാട്ടുകാരുടെ പണസഞ്ചിയിൽ കിടക്കുകയാണ്. കുറേശ്ശെയായി അത് തിരിച്ചു കിട്ടി തുടങ്ങിയതേ ഉള്ളൂ. നർത്തകികൾ നിറഞ്ഞ അരങ്ങിൽ ചിലങ്ക വന്നു വീഴുന്നത് പോലെ ഡോക്ടറെ കാണാൻ കാത്തിരിക്കുന്ന രോഗികളുടെ ഇടയിൽ അയഞ്ഞ ടീഷർട്ടും ജീൻസും ധരിച്ച കിളരം കൂടിയ ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു. ഷാമ്പൂ തേച്ച് മയപ്പെടുത്തിയ പാറിപ്പറക്കുന്ന അഴകുറ്റ മുടി ഇളക്കിക്കൊണ്ട് റേബാൻ കൂളിംഗ് ഗ്ലാസ്സിലൂടെ അവൾ 4 പാടും നോക്കി. ഒരു നിമിഷം സദസ്സ് മുഴുവൻ അവളെ ശ്രദ്ധിച്ചു. ഈ നേരം കൊണ്ട് അവൾ ഡോക്ടറുടെ ഡോർ തുറന്ന് മുറിയിൽ പ്രവേശിച്ചു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഡോക്ടർ ജബ്ബാർ ഒരു നിമിഷം എന്തോ ആലോചിച്ചു. പിന്നെ ഒരു വീണ്ടു വിചാരത്തോടെ അവളെ നോക്കി ഇരിക്കാൻ പറഞ്ഞു. സർ, ഞാൻ ബോംബെയിൽ നിന്ന് വരുന്നു. ഐ ആം സൂസൻ തോമസ്. മനസ്സിലായി. മിസ്റ്റർ മേനോൻ്റെ കാൻഡിഡേറ്റ് അല്ലേ? അതെ സർ. ആർ യു മാരീഡ്? ഓർക്കാതെയുള്ള ചോദ്യത്തിൽ അവൾ പതറിയെങ്കിലും പുറത്തു കാണിക്കാതിരിക്കാൻ ശ്രമിച്ചു. ഒരു ക്ഷമാപണത്തോടെ അവൾ പറഞ്ഞു, നോ സർ, ഐ ആം സോറി. നോ പ്രോബ്ലം, നിസ്സാരമട്ടിൽ ഡോക്ടർ ജബ്ബാർ പറഞ്ഞു. എവിടെ സർട്ടിഫിക്കറ്റുകൾ? സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയും നോക്കിയ ശേഷം അത് തിരിച്ചു കൊടുത്തുകൊണ്ട് ഡോക്ടർ ജബ്ബാർ പറഞ്ഞു, നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. സാർ, മറ്റു കാര്യങ്ങൾ? അവൾ സംശയം പ്രകടിപ്പിച്ചു. രാത്രി പറയാം. 9 മണി ആവുമ്പോഴേക്കും ഞാൻ മുറിയിലെത്തുമെന്ന് മിസ്റ്റർ മേനോനോട് പറയൂ. ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് തീർച്ചയാക്കാം. മൈ ഗോഡ്, ഇത്ര പെട്ടെന്നോ? പതുക്കെ പതുക്കെ അവൾ ഉച്ചരിച്ചു. അല്പം ഉറക്കെ ഇങ്ങനെയും പറഞ്ഞു, താങ്ക് യു സർ, ബൈ. ഒരിക്കൽ കൂടി ചിരിച്ചു നന്നായി വണങ്ങി അവൾ മുറി വിട്ട് പുറത്തിറങ്ങി. ഇടനാഴിയിലൂടെ അവൾ മിന്നിമറയുന്നത് രോഗികളുടെ ബന്ധുജനങ്ങൾ നോക്കി നിന്നു. പട്ടണത്തിലെ ഗുജറാത്തി കച്ചവടക്കാരനും അയാളുടെ തടിച്ചു കൊഴുത്ത ഭാര്യയും കോളേജിൽ പഠിക്കുന്ന മകളും ഡോക്ടർ യൂജിൻ ജബ്ബാറിൻ്റെ മുന്നിലെത്തി. വരണ സേഠ്ജി, കുറേ കാലമായല്ലോ കണ്ടിട്ട്. അതിന് രോഗം വല്ലതും വന്നുകിട്ടുണ്ട് ഡോക്ടർ, കുലിഞ്ഞു ചിരിച്ചുകൊണ്ട് സേട്ട് പറഞ്ഞു. സേട്ടിൻ്റെ മകൾ ദൂരെ ഒരു സ്റ്റൂളിൽ തനിക്ക് പ്രവേശിക്കാൻ അർഹതയില്ലാത്ത ഒരിടത്ത് വന്നുവിട്ട് അസ്വസ്ഥതയോടെ ഇരിക്കുകയാണ്. സേഠാണിക്ക് എന്തു പറ്റി? മരുന്നൊക്കെ കൃത്യമായി കഴിക്കുന്നില്ലേ? പഞ്ചസാര കുറവുണ്ടോ? രക്തത്തിലെ പഞ്ചസാര നോക്കിയോ? ഡോക്ടർ ചോദിച്ചു. സേട്ടാണിയെ എന്തോ അലോസരപ്പെടുത്തുന്നുണ്ട്. തടിച്ചിട്ടാണെങ്കിലും അവരുടെ ചലനങ്ങൾക്ക് ചടുലത കാണാറുണ്ട്. ചുറുചുറുക്കോടെയാണ് എപ്പോഴും സംസാരിക്കുക. ഡോക്ടർ യൂജിൻ ജബ്ബാറിൻ്റെ വിശാലമായ മുറിയുടെ മൂലയിലേക്ക് സേട്ട് ഡോക്ടറെ വിളിച്ചുകൊണ്ടുപോയി. സംസാരിക്കുമ്പോൾ സേട്ടുവിൻ്റെ മുഖത്ത് പാരവശ്യം നെള്ളിച്ചു. അല്പം നേരത്തേക്ക് ഡോക്ടർ ഒന്നും സംസാരിച്ചില്ല. സേട്ട് നിസ്സഹായതയോടെ ഡോക്ടറെ നോക്കി നിൽക്കുകയാണ്. ഡോക്ടർ
എന്തോ പറഞ്ഞു തുടങ്ങിയപ്പോൾ സേട്ടു തടുത്തു. വേറെ എവിടെയും ഞാൻ പോവില്ല. എല്ലാ സ്പെഷ്യാലിറ്റിയും ഇവിടെ ഇല്ലേ? എന്നെ ഒരു സ്ഥലത്തും പറഞ്ഞയക്കരുത്. സേട്ടുവിൻ്റെ ശബ്ദം അല്പം ഉച്ചത്തിലായി. ഞങ്ങൾക്ക് ഡോക്ടർ അല്ലാതെ വേറെ ആരുണ്ട്? സേട്ടുവും ഡോക്ടറും വീണ്ടും സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അല്പം കഴിഞ്ഞപ്പോൾ ശബ്ദമുയർത്തിക്കൊണ്ട്, വല്ലാത്ത സ്വഭാവക്കാരിയാണ് അവർ. 5 ഫിഗറിൽ കുറഞ്ഞ് അവർ സ്വീകരിക്കില്ല. ഡോക്ടർ ജബ്ബാറിൻ്റെ സ്വരം. എന്തു വേണമെങ്കിലും കൊടുത്തോ എൻ്റെ ഡോക്ടർ, നമുക്ക് സംഗതി ശരിയാക്കി കിട്ടണം. മനസമാധാനം വന്ന കണക്കെ സേട്ടു തിരിച്ചു വന്നു. സേട്ടുവിൻ്റെ മകൾ എയർ കണ്ടീഷനകത്തും വിയർക്കുകയാണ്. ഡോക്ടർ പെൺകുട്ടിയെ മാടി വിളിച്ചു. സേട്ടുമായി സംസാരിച്ച അതേ മൂലയിലേക്ക് കൊണ്ടുപോയി. കുനിഞ്ഞു കാതിൽ പതുക്കെ എന്തോ ചോദിച്ചു. കുട്ടി തല താഴ്ത്തി നിന്നതേയുള്ളൂ. വീണ്ടും എന്തൊക്കെയോ കാതിൽ മന്ത്രിച്ചു. കുട്ടിയുടെ മുഖം തെളിയുകയാണ്. അവൾ തല ഉയർത്തി. എന്നെ രക്ഷിക്കണേ എന്ന ഭാവം ആ കണ്ണുകളിൽ നിഴലിച്ചു. ഡോക്ടർ യൂജിൻ ജബ്ബാർ ഭിത്തിയോട് ചേർത്ത് വെച്ച ഷെൽഫ് തുറന്നു. മിഠായിപ്പെട്ടി പുറത്തെടുത്തു. 4 ചോക്ലേറ്റുകൾ. മിഠായിപ്പെട്ടി സേട്ടുവിൻ്റെ മകളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ബി ചിയർഫുൾ അഞ്ചു, നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. എഴുന്നേറ്റ് നിന്ന സേട്ടുവിനെയും ഭാര്യയെയും ചൂണ്ടി ഡോക്ടർ പറഞ്ഞു, 2 എണ്ണം പോലും ഇവർക്ക് കൊടുക്കല്ലേ. തക്കം കിട്ടിയ കട്ട് തിന്നും 2 പേരും. പഞ്ചസാരക്കാരെ എനിക്ക് നന്നായി അറിയാം. സേട്ടാണി ഏറെ നേരം ഡോക്ടറുടെ നേരെ കൈകൂപ്പി നിന്നു. ഈ സമയത്ത് 4-5 ചെറുപ്പക്കാർ സൂപ്രണ്ടിൻ്റെ മുറിയുടെ മുന്നിൽ ഒച്ചയും ബഹളവും ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മിക്കവർക്കും താടിയുണ്ട്. ഹവായ് ചെരുപ്പും ഖദറിൻ്റെ മുണ്ടും പരിക്കൻ കുപ്പായവുമാണ് വേഷം. 2 പേരുടെ തോളിൽ തുണിസഞ്ചി തൂങ്ങുന്നുണ്ട്. സേട്ടുവും കുടുംബവും ഇറങ്ങിപ്പോയ വാതിലിലൂടെ അവർ ഡോക്ടറുടെ മുറിയിലേക്ക് തള്ളിക്കയറി. എന്തു പറ്റി? ഡോക്ടർ ചോദിച്ചു. ഞങ്ങൾ രോഗികളൊന്നുമല്ല, ഇവിടുത്തെ പൊതുപ്രവർത്തകരാണ്. കൂട്ടത്തിൽ ക്ഷോഭം കൂടിയ ആൾ പറഞ്ഞു. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എനിക്ക് നല്ല തിരക്കുണ്ട്. വേഗം രസീത് പുസ്തകം എടുത്തോളൂ. സംഭാവനയ്ക്കൊന്നും വന്നതല്ല, ചില കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. ഡോക്ടർ യൂജിൻ ജബ്ബാറിൻ്റെ കാലിനടിയിൽ നിന്ന് എന്തോ പെരുത്തു മേലോട്ട് കയറുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ഒരു നിമിഷം സ്വയം നിയന്ത്രിച്ച ശേഷം ഡോക്ടർ ചോദിച്ചു, ഈ തിരക്കുള്ള സമയത്താണോ കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നത്? നിങ്ങൾ വൈകുന്നേരം 6 മണിക്ക് ശേഷം വന്നാൽ നന്നായിരിക്കും. അപ്പോഴേക്കും ഞാൻ ഫ്രീ ആകും. നിങ്ങളുടെ സൗകര്യത്തിനാണോ ഞങ്ങൾ വരേണ്ടത്? ഞങ്ങൾക്കെന്താ വേറെ തൊഴിലൊന്നുമില്ലേ? ശരിയാണ്. അല്പം പരിഹാസത്തിലും അല്പം കാര്യത്തിലെന്ന മട്ടിലും ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ വളരെ ബിസിയല്ലേ? അല്ല ഡോക്ടർ, പാവങ്ങൾക്കൊന്നും ഇവിടുന്ന് ചികിത്സ എടുക്കേണ്ടെന്നാണ് ആണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? പാവങ്ങൾക്ക് ഗവൺമെൻറ് ആശുപത്രി ഇല്ലേ? എല്ലാവരെയും നോക്കിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു. ഏതായാലും നിങ്ങളിരിക്കെ. കൂട്ടത്തിൽ നീണ്ട താടിയും നീണ്ട സഞ്ചിയുമുള്ള ആൾ പറഞ്ഞു. ആശുപത്രിയിൽ മിക്ക ഡോക്ടർമാരും കനത്ത ഫീസാണ് വാങ്ങുന്നത്. 200 ഉറുപ്പിക വരെ വാങ്ങുന്നവർ ഇവിടെയുണ്ട്. 2 ആഴ്ച കഴിഞ്ഞാൽ 10 ഉറുപ്പിക വീണ്ടും കൊടുക്കണം. ഓരോ 2 ആഴ്ചയ്ക്കും 100 ഉറുപ്പിക. കഷ്ടമല്ലേ ഡോക്ടർ ഇതൊക്കെ? സംയമനം പാലിച്ചുകൊണ്ട് ഡോക്ടർ ജബ്ബാർ പറഞ്ഞു. വിലക്കയറ്റത്തിൻ്റെ ഈ കാലത്ത് ഫീസ് വർദ്ധിപ്പിക്കാതെ എന്തു ചെയ്യും? ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഈ ആശുപത്രിയുടെ മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കും. സമരം പോരെ, നിരാഹാരം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ 100 രൂപയുടെ 10 നോട്ടുകൾ നീണ്ട താടിക്കാരൻ്റെ കയ്യിൽ പതുക്കെ വെച്ചു കൊടുത്തു. മേശക്കടിയിൽ കൈകൾ പായിച്ച് അയാൾ അത് എണ്ണി തിട്ടപ്പെടുത്തി. ശരി ഡോക്ടർ, ഇതിനെങ്കിലും പരിഹാരം ഉടനെ കാണണം. ക്ഷുഭിതരായ നേതാക്കൾ പതുക്കെ എഴുന്നേറ്റു നടക്കാൻ തുടങ്ങി. ഇപ്പോൾ അവരുടെ ക്ഷോഭം എങ്ങോ പോയി മറഞ്ഞു. ഗവൺമെൻറ് ആശുപത്രിയുടെ മുന്നിൽ പതിവിൽ കവിഞ്ഞ ആൾക്കൂട്ടവും പോലീസും കണ്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് തോന്നി. ഒന്നുകിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം, അല്ലെങ്കിൽ ഭ്രൂണഹത്യ. ഇതു രണ്ടിൽ കുറഞ്ഞതൊന്നും ആവാനിടയില്ല. ഡോക്ടർമാർ കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നതിൻ്റെ ഓരം ചേർത്ത് എൻ്റെ ഇരുചക്രവാഹനം പാർക്ക് ചെയ്തു. സ്കൂട്ടറിൻ്റെ സീറ്റിൽ ഒരടിയടിച്ച് പൊടി പാറ്റിയ ശേഷം ജനത്തെ നേരിടാനെന്ന വണ്ണം ഞാൻ ചുറ്റും നോക്കി. നേതാവായ രാമചന്ദ്രൻ മാസ്റ്ററും ഹെഡ് കോൺസ്റ്റബിൾ ബാലൻ നായരും എൻ്റെ നേർക്ക് വരികയാണ്. തമാശയോടെ ഞാൻ ഓർത്തു, ഇപ്പോൾ വേണമെങ്കിൽ കൂട്ടിമുട്ടാം, ചെറിയൊരു അത്യാഹിതം സൃഷ്ടിക്കാം. ആരെയാ മാഷേ തട്ടിയത്? BJP-കാരനെയോ അതോ CPM സഖാവിനെയോ? രണ്ടുമല്ല, നിർദോഷിയായ ജനതാദൾ. വേഗം കുഴി കുഴിച്ചോളൂ, മണ്ണിന് നല്ല പദമുള്ള സമയമാ, ഞാൻ പറഞ്ഞു. ഡോക്ടർ സഹായിക്കണം, നേതാവ് പറഞ്ഞു. ഇന്ന് പോസ്റ്റ്മോർട്ടം ഞാനാണോ? അതെ. ഞങ്ങൾ ലിസ്റ്റ് നോക്കി.
സർക്കാർ കാര്യം മുറ പോലെ. OP കഴിഞ്ഞാലേ ഞാനുള്ളൂ. ജീവിച്ചിരിക്കുന്നവൻ്റെ നോക്കിയിട്ട് ചത്തവൻ്റെ ജാതകം. ഞാൻ OPD ലക്ഷ്യം വെച്ച് നടന്നു. ചെറിയ ചെറിയ കൂട്ടങ്ങളായ ആളുകൾ ചർച്ച നടത്തുന്നു. പോർട്ടിക്കോവിനടുത്ത് കുറച്ച് സ്ത്രീകൾ തല താഴ്ത്തി നിന്നു, കണ്ണുനീർ വാർക്കുന്നു. അതിനപ്പുറം തുണിയിൽ പൊതിഞ്ഞ ചോരക്കറ പുരണ്ട ഒരു വലിയ കെട്ട് ജഡം. ആ പ്രദേശത്തെ ദരിദ്രരുടെ ഒരു പരിച്ഛേദം ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിന്യസിച്ചിരിക്കുകയാണ്. 50 പേർക്ക് നിൽക്കാവുന്ന സ്ഥലത്ത് ചുരുങ്ങിയത് 500-600 പേരുണ്ട്. അവശരും ആലംബഹീനരുമായ രോഗികൾ. അവിടെ ഇരിപ്പിടങ്ങൾ വളരെ കുറച്ചേയുള്ളൂ. ബന്ധുക്കൾ ആരും കൂടെയില്ലാത്ത വൃദ്ധനായ രോഗി വടി കുത്തിപ്പിടിച്ച് ആടി നിൽക്കുന്നു. ഒരു ചെറുപ്പക്കാരനെ ചാരുബെഞ്ചിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഞാൻ ആ വൃദ്ധനെ ഇരുത്തി. ചെറുപ്പക്കാരൻ എന്നെ രൂക്ഷമായി നോക്കി. ഒറ്റക്കയ്യൻ കസേരയിൽ ഞാനിരുന്നു. കസേരയുടെ കൈ ഒടിഞ്ഞു പോയിട്ട് മാസങ്ങളായി. ഇവിടെ അത് നന്നാക്കാൻ ആരുണ്ട്? പുതിയ കസേര കിട്ടണമെങ്കിൽ ഫയലുകൾ നീങ്ങണം. രോഗികൾ വരിയായി വന്നുകൊണ്ടിരുന്നു. കടൽ തീരത്തു നിന്ന് വരുന്നവർക്ക് ചികിത്സയല്ല, അഡ്മിഷനാണ് വേണ്ടത്. കടലിൽ ഇപ്പോൾ മീനില്ല. ആശുപത്രിയിൽ 3 നേരത്തെ ഭക്ഷണം കിട്ടുമല്ലോ. OP സമയം 1 മണി വരെയാണ്. എന്നാൽ ഞാൻ സമയം നോക്കാറില്ല. ധൃതിയിൽ വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. അവിടെയും നേരിടേണ്ടത് രോഗികളെ തന്നെ. സമയം 2 മണി കഴിഞ്ഞു. രോഗികൾ ഒഴിഞ്ഞ ഹാളിൽ രാഷ്ട്രീയക്കാർ കയറി തുടങ്ങി. അവരുടെ ഉച്ചത്തിലുള്ള സംസാരവും അവർ പുകച്ചുവിട്ട ധൂമവും കൊണ്ട് ഹാൾ കനത്തു നിന്നു. രാമചന്ദ്രൻ മാസ്റ്റർ അകത്തു കയറി നേരെ മുന്നിലിട്ട സ്റ്റൂളിൽ ഇരിപ്പുറപ്പിച്ചു. 2 മണിയായല്ലോ ഡോക്ടർ, ഇനിയും താമസിപ്പിക്കല്ലേ? എൻ്റെ മാഷേ, കാലത്ത് തൊട്ട് തുടങ്ങിയതാ ഞാൻ എൻ്റെ ജോലി. ഇവിടെ വന്നിട്ടൊരു ചായ പോലും കുടിച്ചിട്ടില്ല. ഞങ്ങൾ പോസ്റ്റ്മോർട്ടം റൂമിലേക്കുള്ള ഇടനാഴിയിലൂടെ നടന്നു. മാസ്റ്റർ വളരെ അടുത്തു വന്ന് ചെകിട്ടിൽ മന്ത്രിച്ചു. മന്ത്രി വിളിച്ചിരുന്നു. മന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ വിളിക്കട്ടെ. ഏതായാലും ആത്മഹത്യ നരഹത്യയാക്കാൻ പറ്റാത്തതുപോലെ നരഹത്യ മറ്റൊന്നുമാക്കാൻ പറ്റില്ല. രാമചന്ദ്രൻ മാസ്റ്റർക്ക് എന്തെങ്കിലും പറയാനുള്ള പഴുതു കൊടുക്കാതെ പോസ്റ്റ്മോർട്ടം മുറിയിലേക്ക് കടന്നു. കോറത്തുണിയിൽ കെട്ടിയ ജീർണിച്ച ജഡം അഴിച്ചപ്പോൾ കുന്തിരിക്കത്തിനു തീ കൊടുത്തു. ഒരു കെട്ട് ചന്ദനത്തിരിയും പുകഞ്ഞു. സുഗന്ധവും ശവഗന്ധവും സംഗമിച്ച് പുതുഗന്ധം പോസ്റ്റ്മോർട്ടം മുറിയിൽ മാധ്യമമായി നിലകൊണ്ടു. പുറത്തെ മുറിപ്പാടുകൾ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം മാറും വയറും പിളർന്നു. വിസരകൾ പുറത്തെടുത്തു. മായം ചേർക്കാത്ത ഡേറ്റകളാൽ ഫോറങ്ങൾ പൂരിപ്പിച്ച് ഒപ്പിടുമ്പോൾ മണി 4. ഡോക്ടർ യൂജിൻ ജബ്ബാറിൻ്റെ വീട്ടിൽ വലിയൊരു വിരുന്നു സൽക്കാരം നടക്കുകയാണ്. പട്ടണത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും വൻകിട കച്ചവടക്കാരും പെരും പ്രാക്ടീസുള്ള ഡോക്ടർമാരും അവരുടെയെല്ലാം ഭാര്യമാരോടൊത്ത് അവിടെ സന്നിഹിതരായിട്ടുണ്ട്. വൃത്തിയായി വസ്ത്രം ധരിച്ച ഭൃത്യന്മാർ ബിയറും വൈനും ഹാർഡ് ഡ്രിങ്ക്സും നിറച്ച ട്രേയുമായി അതിഥികൾക്കിടയിലൂടെ ചുറ്റി നടന്നു. വീടിൻ്റെ പാർശ്വഭാഗത്തുള്ള വലിയ ലോണിനാണ് പാർട്ടി നടക്കുന്നത്. ചൈനീസ് ഗ്രാസിനാൽ അലങ്കൃതമായ ലോണിൻ്റെ ചുറ്റും കുത്തുവിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നു. ചായം തേച്ചു പിടിപ്പിച്ച മുത്തുകുടകൾക്കു കീഴെയിരുന്ന് പളപള മിന്നുന്ന പട്ടുസാരിയുടുത്ത കൊഴുപ്പിൻ തുണ്ടങ്ങൾ ശീതളപാനീയവും വീഞ്ഞും നുണഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടർ യൂജിൻ ജബ്ബാറിൻ്റെ ഭാര്യ റസിയ ബീഗം കുലീനയായ ഒരു സ്ത്രീയാണ്. കൽക്കത്തയിലെ വലിയൊരു വ്യവസായിയുടെ മകളാണവർ. മലബാറിൽ നിന്നു വളരെ കാലം മുമ്പേ കൽക്കത്തയിലെത്തി കച്ചവട സാമ്രാജ്യം സ്ഥാപിച്ചെടുത്ത ഹാജി കുഞ്ഞിരാങ്കേയിയുടെ മകൾ. കൽക്കത്തയിലെ വിദ്യാഭ്യാസവും ശാന്തിനികേതനിലെ ശിക്ഷണവും അവരെ സാധാരണ സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തയാക്കി. ഭർത്താവിൻ്റെ ആഡംബരത്തിലും പൊങ്ങച്ചത്തിലും റസിയ വിശ്വസിക്കുന്നില്ല. വിശ്വാസക്കുറവ് മാത്രമല്ല, അതിനോട് തികഞ്ഞ അറപ്പും അകൽച്ചയുമാണ്. അതിഥികളായി വന്നവരുടെ കൂട്ടത്തിൽ സമാന മനസ്സുള്ള പോലീസ് സൂപ്രണ്ടിൻ്റെ ഭാര്യയെയും കൂട്ടി റസിയ വീടിനുള്ളിൽ പ്രവേശിച്ചു. വീടിനകത്ത് അലങ്കാരമായി പെയിൻറ്റിങ്ങുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. എല്ലാം റസിയ വരച്ചതാണ്. അവൾക്ക് നല്ല ലൈബ്രറിയുണ്ട്. വായനയിലും പെയിൻറ്റിങ്ങിലുമാണ് റസിയയ്ക്ക് താല്പര്യം. കുറേ പുസ്തകവും ക്യാൻവാസുമായി എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് കുറച്ചു കാലം താമസിക്കണം. റസിയ ഒരിക്കലും നടക്കാനിടയില്ലാത്ത കാര്യം പറഞ്ഞു. എനിക്കും മടുത്തു. പോലീസ് സൂപ്രണ്ടിൻ്റെ ഭാര്യ ചുറ്റും നോക്കി. ആരും പരിസരത്തില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പറഞ്ഞു. മറ്റുള്ളവരുടെ പണം കൊണ്ടാണ് ഞങ്ങൾ ദൂർത്തടിക്കുന്നത്. എൻ്റെ സ്വപ്നങ്ങളിൽ എപ്പോഴും കാണുന്നത് പീഡിപ്പിക്കപ്പെട്ട മനുഷ്യരാണ്. എൻ്റെ ചെവിടിൽ എന്നും രോഗത്തിൻ്റെ രോദനമാണ്. പറയാൻ മറന്നുപോയ കാര്യം പോലെ റസിയ പറഞ്ഞു.
പക്ഷെ നിങ്ങളുടെ ഭർത്താവ് ധനം സമ്പാദിക്കുന്നുണ്ടെങ്കിലും പാവനമായ ജോലിയല്ലേ ചെയ്യുന്നത്? സൂപ്രണ്ടിൻ്റെ ഭാര്യ ചോദിച്ചു. റസിയയ്ക്ക് അല്പം ആശ്വാസം കിട്ടട്ടെ എന്നായിരിക്കും അവർ ധരിച്ചത്. അമിതമായ പണം വസൂലാക്കുമ്പോൾ ജോലിയുടെ പവിത്രത നഷ്ടപ്പെടുകയല്ലേ? റസിയ ചോദിച്ചു. ശരിയായിരിക്കാം, സൂപ്രണ്ടിൻ്റെ ഭാര്യ തൻ്റെ നനുത്ത മേൽമീശ തടവിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് റസിയ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് എപ്പോഴെങ്കിലും തനിച്ച് കള്ളനെ പിടിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർ പിടിച്ച കള്ളന്മാരെ കൊണ്ടല്ലേ കാശുണ്ടാക്കുന്നത്? തീർത്തു പറയാൻ വയ്യ. എൻ്റെ അറിവിൽ ഒരു തവണ കള്ളനെ പിടിച്ചിട്ടുണ്ട്. പിടിച്ച ഉടനെ അവനെ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. കള്ളനെ പിടിച്ചത് എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. നിശ്ചയമായും അവനെ ജയിലിൽ ഇട്ടിരിക്കണം, ചോദ്യരൂപത്തിൽ റസിയ പറഞ്ഞു. അവനെ വെറുതെ വിട്ടു. അവൻ സാധാരണ കള്ളനായിരുന്നില്ല, എന്നെ കാക്കാൻ വന്ന കള്ളനായിരുന്നു. സൂപ്രണ്ട് എന്നിൽ നിന്ന് എടുക്കാത്തത് കട്ടെടുക്കാൻ വന്ന കള്ളൻ, ആശ്വാസത്തോടെ അവർ പറഞ്ഞു. റസിയയ്ക്ക് സൂപ്രണ്ടിൻ്റെ ഭാര്യയോടുള്ള മതിപ്പിൽ എന്തോ കുറവ് തോന്നി. പെട്ടെന്ന് അത് തിരുത്തുകയും ചെയ്തു. എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ലല്ലോ, ശരീരവും വികാരവും ഒന്നല്ലല്ലോ. സൂപ്രണ്ടിൻ്റെ ഭാര്യ പൊട്ടിച്ചിരിച്ചു. ഒറ്റ ശ്വാസത്തിൽ ഒരു ടംബ്ലർ വൈനകത്താക്കി ചുണ്ടുകൾ ഒരു ഭാഗത്തേക്ക് തുടച്ച ശേഷം അവർ പറഞ്ഞു, അവൻ നല്ല കള്ളനായിരുന്നു. 10-25 വയസ്സുള്ള കൊച്ചു കള്ളൻ. പലതവണ എന്നെ അവൻ കട്ടു. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നല്ലേ പോലീസ് പ്രമാണം? റസിയ അന്തം വിട്ടു നിൽക്കുമ്പോൾ സൂപ്രണ്ടിൻ്റെ ഭാര്യ ചോദിച്ചു, നിനക്കും വേണം അത്തരം ഒരു കള്ളനെ അല്ലേ? എനിക്കറിയാം ഈ ഭർത്താക്കന്മാരെയൊക്കെ. ഡോക്ടർ ജബ്ബാറിൻ്റെ ഉച്ചത്തിലുള്ള വിളി കേട്ട് റസിയ പുറത്തേക്ക് ധൃതിയിൽ നടന്നുപോയി. ലോൺ ചൂടു പിടിച്ചു കഴിഞ്ഞു. ചിലർ പാട്ടുപാടുന്നു, ചിലർ നൃത്തം വയ്ക്കുന്നു. സഹൃദയന്മാർ സ്ത്രീകളെ ചുറ്റിപ്പറ്റി നടക്കുന്നു. ലോണിൻ്റെ ഒരു ഭാഗത്ത് വെള്ളവിരിപ്പിട്ട നീണ്ട മേശകളിൽ അടച്ചുവെച്ച വിഭവങ്ങൾ നിറച്ച വെള്ളിപ്പാത്രങ്ങൾ, മുനിഞ്ഞു കത്തുന്ന കൊച്ചു തിരികൾക്കുമേൽ അടയിരുന്നു. പച്ച പിടിച്ച ലോണിൽ നിഴലുകൾ ആടിക്കളിച്ചു. മദ്യം വിളമ്പുന്ന ബില്ലീസിട്ട ഭൃത്യന്മാരുടെ ചലനങ്ങൾ ചടുലങ്ങളായി. കൊഴുത്ത ദ്രാവകം പുറത്തു വരുന്നതുപോലുള്ള വാക്കുകൾ ലോണിൽ ഉയർന്നു. കോള കുടിച്ചുകൊണ്ടിരിക്കുന്ന സബ് ഇൻസ്പെക്ടറുടെ ഭാര്യ കുടയുടെ കീഴിൽ തനിച്ചിരിക്കുകയായിരുന്നു. പോലീസ് സൂപ്രണ്ട് പതുക്കെ ചുവട് വെച്ച് അവിടെ എത്തി. അവരുടെ കൈ കടന്നു പിടിച്ചുകൊണ്ട് സൂപ്രണ്ട് പറഞ്ഞു, കോളയിൽ ഒരു റം ചേർത്താൽ നന്നായിരിക്കും കുട്ടി. പതിവായി കഴിച്ചാൽ ഒട്ടിക്കിടക്കുന്ന നിന്റെ അടിവയർ തുടുത്തു മിന്നും. മതി മതി, മിന്നിച്ചത് മതി. അപ്പോഴേക്കും സൂപ്രണ്ടിൻ്റെ ഭാര്യ അവിടെ എത്തി. രംഗം അതോടെ ശാന്തമായി. ഭക്ഷണം ഒരുക്കി വെച്ച മേശയ്ക്ക് ഇരുവശവും അതിഥികൾ ഒത്തുകൂടുവാൻ തുടങ്ങി. രാവേറെ ചെന്നപ്പോൾ മയങ്ങിക്കിടന്ന കാറുകൾ ഒന്നൊന്നായി ഡോക്ടർ ജബ്ബാറിൻ്റെ ഗേറ്റിലൂടെ പുറത്തേക്ക് ഇഴഞ്ഞു നീങ്ങി. യുവജനവേദിയുടെ പ്രവർത്തകർ ടാക്സിക്കാറുമായി വന്നു. അവർ സംഘടിപ്പിക്കുന്ന ഒരു യോഗത്തിൽ സംസാരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വൈകുന്നേരം 5 മണി. പുറത്തു നിറയെ രോഗികൾ. ഈ നിർധനരായ രോഗികളെ വിട്ട് ഞാൻ പ്രസംഗിക്കാൻ വരണോ? ഡോക്ടർ ഇവർക്ക് വേണ്ടിയല്ലേ ഈ മീറ്റിംഗ് നടത്തുന്നത്? മീറ്റിംഗ് നടത്തിയിട്ട് വല്ലതും കിട്ടണമെങ്കിൽ 25 വർഷം ഈ പാവങ്ങൾ ഇനിയും കാത്തു നിൽക്കണം. ഡോക്ടർ, വിപ്ലവത്തിനായി നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരും. വിപ്ലവം വരുന്നതിന് മുമ്പായി ഇവർക്കെല്ലാം നിങ്ങൾ ഓരോ കുപ്പായം തുന്നിക്കൊടുക്കുമോ? സർ, ഞങ്ങൾക്കു തന്നെ കുപ്പായമില്ല. നീ ധരിച്ചില്ലെങ്കിലും അവളെ ധരിപ്പിക്കുക എന്നല്ലേ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന പാഠം? കോലായയിലെ ചാരുബെഞ്ചിലിരിക്കുന്ന രോഗത്തിൻ്റെ പൂക്കളോട് പറഞ്ഞു. എനിക്കിന്ന് അത്യാവശ്യം പുറത്തു പോകണം. പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ്. ഡോക്ടർമാരും മരുന്നിൻ്റെ ദുർവ്യയവും, അതാണ് വിഷയം. ഈ മീറ്റിംഗ് വിജയിച്ചാൽ എല്ലാ മരുന്നു കമ്പനികളും പൂട്ടിയിടേണ്ടി വരും. നല്ലവനാണെങ്കിലും ഇയാൾ തനി വട്ടനാണ്. രോഗത്തിൻ്റെ പൂവിൽ നിന്ന് പുറപ്പെട്ട ശബ്ദം മറ്റാരും കേട്ടില്ലെങ്കിലും ഞാൻ കേട്ടു. യോഗസ്ഥലത്ത് 10-30 പേരുണ്ട്. ഒറ്റ നോട്ടത്തിൽ മിക്കവരും തനി ന്യൂറോട്ടിക്കുകൾ. ഒഴിഞ്ഞ പാത്രം പോലുള്ള അവരുടെ നോട്ടം കാണുമ്പോൾ സങ്കടം തോന്നും. ബുദ്ധിജീവികളാണെന്ന നാട്യത്തിലാണ് മിക്കവരുടെയും ഇരിപ്പ്. മൈക്കില്ല, വിഷമമില്ലല്ലോ? നീണ്ട ചെമ്പിച്ച താടിയുള്ള സ്വാഗതക്കാരൻ ക്ഷമാപണത്തോടെ പറഞ്ഞു. ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ സ്വകാര്യ സംഭാഷണത്തിനുള്ള ആളുകളെ ഇവിടെ സന്നിഹിതരായിട്ടുള്ളൂ. യോഗം തുടങ്ങിയപ്പോൾ 3-4 ചെറുപ്പക്കാർ കൂടി സദസ്സിൽ വന്നിരുന്നു. 1 മണിക്കൂർ നേരം സംസാരിച്ചു. ഒരക്ഷരം വിടാതെ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു. നാട്ടിലുള്ള കുത്തക മരുന്നു കമ്പനികൾ മുഴുവൻ തകർന്നു പോയ മട്ടിലുള്ള സന്തോഷം
അവരുടെ മുഖത്തു നിഴലിച്ചു. വീട്ടിലെത്തുമ്പോൾ നേരത്തെ കണ്ട രോഗികൾ അതേ ഇരിപ്പിൽ തന്നെയുണ്ട്. പുതിയവർ വീണ്ടും എത്തിയിട്ടുമുണ്ട്. വീടിനകത്തു കിടക്കാതെ നേരെ കൺസൾട്ടിംഗ് റൂമിലേക്കു കയറി. 1-2 രോഗികളെ പരിശോധിച്ച് കുറിപ്പെഴുതി വിട്ട് കാണും. നല്ല ക്ഷീണം. പെട്ടെന്ന് വെളിയിൽ നിന്ന് ഒരാരവം കേട്ടു. ഒരാളെ താങ്ങി പിടിച്ചു 4-5 പേർ ബഹളം കൂട്ടിയും നിലവിളിച്ചും വരാന്തയിൽ നിൽക്കുന്നു. വേഗമാവട്ടടോ, കൊണ്ടുവന്ന് കിടത്തിവിടെ. രോഗി കൺസൾട്ടിംഗ് ടേബിളിൽ കിടക്കുകയാണ്. 10-25 വയസ്സുള്ള ആരോഗ്യമുള്ള ഒരു യുവാവ്. അയാൾ അർദ്ധബോധാവസ്ഥയിലാണ്. ശരീരം ചുവന്ന് തടിച്ചിട്ടുണ്ട്. കൺതടം വീർത്ത് കണ്ണ് മൂടിക്കെട്ടിയിരിക്കുന്നു. കുപ്പായത്തിലും പാൻറിലും ഛർദിയുടെ അവശിഷ്ടങ്ങൾ കാണുന്നു. ഗുളികയുടെ റിയാക്ഷനാ ഡോക്ടർ. താൻ ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞു അല്ലേ? എന്നാൽ താൻ തന്നെ ചികിത്സിച്ചേക്ക് ഇന്നലെ ജബ്ബാർ ഡോക്ടറുടെ ആശുപത്രിയിൽ കാണിച്ചിരുന്നു. ഒരു ഗുളികയെ കഴിച്ചുള്ളൂ. ഈ നിലവാരത്തിലെത്തി. ശരി ശരി, ഇനി നമുക്ക് അവൻ്റെ പേരിൽ കേസ് കൊടുക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. ഷീട്ട് എഴുതി കയ്യിൽ കൊടുത്തു. എടോ, ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്ത്. ഇത് ചികിത്സിച്ച ഡോക്ടറുടെ കുഴപ്പമല്ല, ഇവൻ്റെ ശരീരത്തിൻ്റെ കുഴപ്പമാ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ജബ്ബാറിന് വേറെ കുഴപ്പങ്ങളുണ്ട്, അതിന് കേസ് വേറെ കൊടുക്കാം. മഞ്ചലെടുക്കുന്ന രീതിയിൽ ആ ശരീരം പുറത്തേക്ക് കൊണ്ടുപോയി. വീടിനകത്തു കടന്നപ്പോൾ സമയം 10 മണി. രതി എന്തോ എഴുതുകയാണ്. ഇടതു കൈയിൽ മുഖം വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നന്നായി ക്ഷീണം പിടിച്ചു കാണും. എന്താടോ, നിന്റെ ടീച്ചിങ് നോട്ട് കഴിഞ്ഞില്ലേ? നിങ്ങളുടെ ഈ ചികിത്സ പാതിരാത്രിയിലും തുടരുന്നുണ്ടല്ലോ. ഹോ, എന്തൊരു പ്രാക്ടീസ്. ടേബിൾ ലാമ്പ് കെടുത്തി രതി എഴുന്നേറ്റു. മേശപ്പുറത്ത് തണുത്ത ഭക്ഷണം. 2 ചപ്പാത്തി, കാരറ്റും കിഴങ്ങും ചേർത്ത് വെച്ച കറി, 1 ഗ്ലാസ് കരിങ്ങാലി. കേമമായി ഡിന്നർ കഴിച്ചു. പുതപ്പ് കഴുത്തോളം വലിച്ചിട്ട് രതി കിടന്നു. രതിയുടെ തൊട്ടടുത്തിരുന്ന് കുറച്ചു നേരം അവളുടെ തല തടവിക്കൊടുത്തു. പാവം, ഉറങ്ങാൻ തുടങ്ങുന്നു. ഹൊറൈസൺ ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് ഹോമിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ മായാദേവി ഓപ്പറേഷൻ ടേബിളിനരികിൽ വിയർത്ത് കുളിച്ചു നിൽക്കുകയാണ്. അടിവയർ കീറി ഗർഭപാത്രം പുറത്തു കണ്ട രോഗി ജീവനും മരണത്തിനുമിടയിലാണ്. ബോധം കെടുത്തുന്ന ഡോക്ടർ ചിന്മയൻ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുകയാണ്. തിയേറ്റർ ഇൻചാർജും അസിസ്റ്റന്റും തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. ഒരു സാധാരണ സിസേറിയൻ കേസാണ്. 100 കണക്കിൽ സിസേറിയൻ ശസ്ത്രക്രിയകൾ മായാദേവി ഇതിനകം ചെയ്തിട്ടുണ്ട്. പ്രയാസമില്ലാതെ വെറും 30-40 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഓപ്പറേഷൻ. 2ാമത്തെ പ്രസവമാണ്. യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ലാത്ത ഗർഭിണി. പ്രസവിക്കേണ്ട തീയതി കഴിഞ്ഞിട്ട് 2 ദിവസം കാത്തു നിന്ന ശേഷമാണ് തിയേറ്ററിൽ കയറ്റിയത്. ഗർഭിണിയുടെ ഭർത്താവും അമ്മയും അന്നേരവും ചോദിച്ചിരുന്നു, 1 ദിവസം കൂടി വെയിറ്റ് ചെയ്തുകൂടെ ഡോക്ടർ? കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാൻ. ശ്വാസോച്ഛ്വാസം നിലച്ചു പോയിരിക്കുന്നു. ധമനികളിലെല്ലാം മരുന്നുകൾ കുത്തിക്കയറ്റി. കെടുത്തുന്നവനും ഇതിൽ പങ്കുണ്ട്. പക്ഷേ മരണം ഏറ്റുവാങ്ങേണ്ടത് എപ്പോഴും ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ. ഡോക്ടർ മായാദേവി കൈകളിൽ അണിഞ്ഞ ഗ്ലൗസുകൾ വലിച്ചൂരി നിലത്തേക്കെറിഞ്ഞു. ജീവനറ്റു കിടക്കുന്ന ആ ശരീരം അല്പനേരം നോക്കി നിന്നു. പിറന്നു വീണ കുഞ്ഞിൻ്റെ മുഖഭാവത്തോടെ അവൾ സ്വർഗത്തിലൂടെ ഉലാത്തുകയാണ്. മായാദേവി കുനിഞ്ഞ് ആ നെറ്റിയിൽ ചുംബിച്ചു. ചികിത്സ കഴിഞ്ഞു പോകുമ്പോഴൊക്കെ അവൾക്കൊരു ഉമ്മ കൊടുക്കാറുണ്ട്. ഇത് അവസാനത്തെ ചികിത്സയാണ്, അവസാനത്തെ ചുംബനവും. തിയേറ്ററിന് പുറത്ത് യാതൊരു പരിഭ്രമവും കൂടാതെ അവളുടെ ഭർത്താവും അച്ഛനും അമ്മയും വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. തിയേറ്ററിൻ്റെ വാതിൽ തുറന്ന് തല താഴ്ത്തി ഒറ്റ അടികൾ വെച്ചുകൊണ്ട് മായാദേവി പുറത്തിറങ്ങി നടക്കുകയാണ്. പിന്നാലെ കൂടിയ ബന്ധുക്കളോട് അവർ പറഞ്ഞു, ഐ ആം സോറി. അന്ന് വൈകുന്നേരം ഹൊറൈസൺ ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് ഹോമിനകത്തേക്ക് പ്രക്ഷുബ്ധരായ ജനക്കൂട്ടം തള്ളിക്കയറി. അവർ ഒരു കാരണത്തിന് കാത്തിരിക്കുകയായിരുന്നു. ഡോക്ടർ യൂജിൻ ജബ്ബാറിനോട് പ്രതികാരം ചെയ്യാൻ കിട്ടിയ അവസരം ശത്രുക്കൾ ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണ്. ആശുപത്രിയിൽ എന്തെങ്കിലും ജോലി അന്വേഷിച്ചു പോയി ലഭിക്കാത്തവർ, ഭീമമായ സംഖ്യ സംഭാവന കിട്ടാത്തവർ, ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി വലിയ തുക ബില്ല് കൊടുക്കേണ്ടി വന്നവർ, ഡോക്ടർമാരുടെ ആഡംബര ജീവിതത്തിൽ അസൂയാലുക്കളായവർ, പ്രാക്ടീസ് ഇല്ലാതെ ഈച്ചയാട്ടിയിരിക്കുന്ന മറ്റു ഡോക്ടർമാരുടെ കൂലിപ്പട്ടാളക്കാർ, പട്ടണത്തിലെ ബസ് സ്റ്റാൻഡിലും തെരുവുകളിലും ജോലിയില്ലാതെ തെണ്ടി നടക്കുന്നവർ, മഞ്ഞപത്രങ്ങളുടെ പ്രാദേശിക ലേഖകന്മാർ, അംഗങ്ങളില്ലാത്ത സംഘടനകളുടെ അധ്യക്ഷന്മാർ തുടങ്ങിയവരെല്ലാം മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് OP വിഭാഗത്തിൽ ഇരച്ചു കയറി. കണ്ണിൽ കണ്ടതെല്ലാം അവർ തല്ലിപ്പൊട്ടിച്ചു. ജനൽപാളികളും ട്യൂബ് ലൈറ്റുകളും ചില്ലുകളായി നിലത്തു വീണു.
ഒരു കൂട്ടം ചെറുപ്പക്കാർ ഡോക്ടർ യൂജിൻ ജബ്ബാറിൻ്റെ മുറിക്കകത്തും കയറി. ഡോക്ടർ ജബ്ബാർ അക്ഷോഭ്യനായി നിന്നതേയുള്ളൂ. അവർ വിളിച്ചു പറഞ്ഞ അസഭ്യങ്ങളും ഭീഷണികളും ക്ഷമയോടെ കേട്ടുനിന്നു. അപ്പോഴേക്കും സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 4-5 കോൺസ്റ്റബിൾമാർ കയറിയ ജീപ്പ് വന്നു നിന്നു. കണ്ണിൽ കണ്ട 4-5 പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ ജനം പതുക്കെ പിന്മാറാൻ തുടങ്ങി. വൈകുന്നേരം വരെ ഉച്ചഭാഷിണി കെട്ടി വലിയ പ്രചാരവേല നടന്നു. കൃത്യവിലോപം കാണിച്ച ലേഡി ഡോക്ടറെയും ആശുപത്രി സൂപ്രണ്ടിനെയും കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണമെന്നതാണ് അവരുടെ ആവശ്യം. അപ്പോഴേക്കും ആക്ഷൻ കമ്മിറ്റി നിലവിൽ വന്നു. ആശുപത്രിക്ക് മുന്നിൽ സന്ധ്യയായതോടെ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും ആരംഭിച്ചു. സ്ഥലത്തെ വിഷജീവികളും കൃമികീടങ്ങളും മണ്ണട്ടകളും മൈക്കുകെട്ടിയതോടെ ലക്കുകെട്ടു പ്രസംഗിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം മുതൽ ആശുപത്രിയുടെ മുന്നിൽ ഒരു സംഘം ആളുകൾ സമരം തുടങ്ങി. ഡോക്ടർ യൂജിൻ ജബ്ബാറിനെയും ഡോക്ടർ മായാദേവിയെയും അറസ്റ്റ് ചെയ്യുക. ഡോക്ടർ യൂജിൻ ജബ്ബാറിൻ്റെയും ഡോക്ടർ മായാദേവിയുടെയും പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കുക. ഈ ബഹളങ്ങൾക്കിടയിൽ മരിച്ചുപോയ സ്ത്രീയുടെ ബന്ധുക്കളെ കണ്ടുപിടിക്കാനോ അവരെ സാന്ത്വനിപ്പിക്കാനോ നഴ്സിംഗ് ഹോം അധികൃതർക്ക് കഴിഞ്ഞില്ല. സമരക്കാർ അവരെ തടുത്തു നിർത്തിയിരിക്കുകയാണ്. മറ്റുള്ളവരുമായി ബന്ധപ്പെടാതിരിക്കാൻ അവരുടെ ചലനങ്ങൾ സമരക്കാർ നിയന്ത്രിച്ചിരിക്കുകയാണ്. 3-4 ദിവസങ്ങൾ കഴിഞ്ഞു സമരം നീണ്ടുപോവുകയാണ്. സമരം ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കുവാൻ തുടങ്ങി. ഔട്ട് പേഷ്യൻ്റ് രോഗികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് മറ്റ് ഡോക്ടർമാർ അയക്കുന്ന കേസുകളുടെ എണ്ണവും കുറഞ്ഞു തുടങ്ങി. ഹൊറൈസണിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കലാണ് സമരക്കാരുടെ മറ്റൊരു ലക്ഷ്യം. ഡോക്ടർ യൂജിൻ ജബ്ബാർ തൻ്റെ വീടിൻ്റെ അതിഥി മുറിയിൽ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പരിചാരകൻ ട്രേയുമായി കടന്നു വന്നു. സൈഡിലുള്ള ടീപ്പോയിൽ വച്ച ശേഷം ഒരു ഭാഗത്ത് മാറി നിന്നു. എന്താടോ നോക്കി നിൽക്കുന്നു, ഒരു വിസ്കി ഒഴിക്ക്. തുടച്ചു മിനുക്കിയ കട്ട് ഗ്ലാസിൽ പരിചാരകൻ വിസ്കി ഒഴിച്ചു. അതിനുമീതെ ഒരു 3 ഐസ് ക്യൂബും പതുക്കെ ഇട്ടു. വിസ്കിയും ഐസ് ക്യൂബുകളും ഒട്ടിപ്പിടിച്ച് ഗ്ലാസിനുള്ളിലൂടെ പ്രഭ വിതറി. ജബ്ബാർ ഡോക്ടർ തൻ്റെ ഉള്ളം കൈകളാൽ ഗ്ലാസ് തഴുകി ചൂട് പിടിപ്പിച്ചുകൊണ്ടിരുന്നു. ഐസ് കട്ടകൾ കട്ട് ഗ്ലാസിൽ കൂട്ടിമുട്ടി തരംഗങ്ങൾ സൃഷ്ടിച്ചു. ഡോക്ടർ, പുറത്ത് രാമചന്ദ്രൻ മാസ്റ്റർ വന്നിട്ടുണ്ട്. ഗേറ്റ് കാവൽക്കാരൻ ഗൂർഖ വന്നു പറഞ്ഞു. വരാൻ പറയൂ. രാമചന്ദ്രൻ മാസ്റ്റർ നീണ്ട ജുബയും ഡയറിയുമായി കടന്നുവന്ന് ഡോക്ടർ ജബ്ബാറിൻ്റെ മുന്നിൽ വന്നിരുന്നു. മാഷെ കണ്ടിട്ട് കുറേ ആയല്ലോ, ഈയിടെയായി എന്തു പറ്റി? ചുമലിൽ നിന്നും വേഷ്ടിയെടുത്ത് രാമചന്ദ്രൻ മുഖത്തെ വിയർപ്പുമണികൾ ഒപ്പിയെടുത്തു. ഒട്ടും സമയം കിട്ടുന്നില്ല. ഇവിടെയൊക്കെ വെറുതെ വരാൻ പറ്റുമോ? വന്നാൽ അല്പസമയം ഇരിക്കണം. ഡോക്ടർക്കാണെങ്കിൽ അതിന് നേരവും കിട്ടില്ല. വല്ലപ്പോഴും വരണം മാഷേ. എനിക്ക് എന്ത് തിരക്ക്? പരിചാരകനെ നോക്കി ഡോക്ടർ പറഞ്ഞു. എന്താടോ നോക്കി നിൽക്കുന്നു? ഗ്ലാസ് കൊണ്ടുവാ മാഷേ. എന്ത് വേണം? ബ്രാൻഡിയോ വിസ്കിയോ? എന്തായാലും വിരോധമില്ല, എല്ലാം ചൂട് തന്നെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. തടിച്ച പെണ്ണും മെലിഞ്ഞ പെണ്ണും ഒരുപോലെയാ മാഷേ. നല്ല ഫ്രഞ്ച് ബ്രാൻഡിയുണ്ട്, പ്രീമിയം സ്കോച്ചുമുണ്ട്. സ്കോച്ച് തന്നെ ആയിക്കോട്ടെ. ചിയേഴ്സ്. ഡോക്ടർ യൂജിൻ ജബ്ബാർ ഗ്ലാസ് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. മാഷേ, ഇവിടെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? രാജ്യം ഇങ്ങനെ കുട്ടിച്ചോറാക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? ഡോക്ടർ, പഴയ കാലമാണോ? കുമിളുകൾ പോലെയല്ലേ സംഘടനകൾ, പൗരാവകാശ സമിതികൾ, സാംസ്കാരിക സംഘങ്ങൾ, അങ്ങനെ എത്ര. പക്ഷെ ഇതൊക്കെ സാരമില്ല. എല്ലാത്തിനെയും വരുതിയിൽ വരുത്താം. എന്തെങ്കിലും കൊടുത്താൽ മതി. പക്ഷേ ചൊറിയൻ പുഴുക്കളെ പോലെയുള്ള ചില കൂട്ടരുണ്ട്. ആ മൂശാട്ടകളെ കൊണ്ടാ ശല്യം. അവനെന്താ, പണം വേണ്ടേ? പണം വാങ്ങാതെ അവനൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത്? ജബ്ബാർ ഡോക്ടർ ചോദിച്ചു. അവരും കൈമലർത്താൻ തുടങ്ങിയിട്ടുണ്ട്. പ്രശ്നം അതല്ല. പണവും വാങ്ങും, ശല്യവും ഉണ്ടാക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ? ഡോക്ടർക്ക് വലിയ ഓർമ്മ കാണില്ല. 50കളിലും 60കളിലും സഖാക്കൾ ആരായിരുന്നു? ആദർശവീരന്മാർ. ഇപ്പോഴോ? കണക്ക് പറഞ്ഞല്ലേ വാങ്ങുന്നത്? രാമചന്ദ്രൻ മാസ്റ്റർ ഗ്ലാസ് നീട്ടി. എടോ, ഡബിൾ ലാർജ് ആയിക്കോട്ടെ. മാഷ് ക്ഷീണിച്ചു കാണും. രണ്ടാമത്തെ ഗ്ലാസ് അകത്ത് ചെന്നപ്പോൾ മാസ്റ്റർ ഉഷാറായി. കൺപോളകൾ അല്പം താണു, കവിളുകൾ തുടുത്തു, വാക്കുകൾക്ക് എണ്ണമയം വന്നു. രാമചന്ദ്രൻ മാസ്റ്റർ തൻ്റെ വേഷ്ടി കുടഞ്ഞു. അതിൻ്റെ കറുത്ത കരയിലൂടെ കണ്ണോടിച്ചുകൊണ്ടു പറഞ്ഞു. ജബ്ബാർ ഡോക്ടറെ, ഞാൻ അവനോട് സംസാരിച്ചു. 3 ഉറുപ്പികയിൽ തീർക്കാമെന്നാ അവൻ പറയുന്നത്. രാമചന്ദ്രൻ മാഷെ, മരണവും ജനനവും ആശുപത്രിയിൽ നടക്കും.
ഒരാളെ കൊല്ലണമെന്ന് ഒരു ഡോക്ടറും എത്ര ദുഷ്ടനായാലും ആഗ്രഹിക്കുകയില്ല. ശത്രുവിനെ പോലും ചികിത്സയ്ക്കിടയിൽ അവൻ തട്ടുകയില്ല. പിന്നെ ഡോക്ടർ മായാദേവി, അവരെ പോലെ പാവൻ ഡോക്ടർ വേറെ ഇല്ലെന്ന് മാസ്റ്റർക്ക് അറിയാമല്ലോ. കാര്യമായി അവർ ഒന്നും സമ്പാദിച്ചിട്ടുമില്ല. ജബ്ബാർ ഡോക്ടർ വിശദീകരിച്ചു. ഡോക്ടറായാൽ എത്ര പാവമായാലും അതിനെ പാവമെന്ന് ആരും വിളിക്കില്ല. രാമചന്ദ്രൻ മാസ്റ്റർ തർക്കിക്കുകയാണ്. ശരിയാണ്, മാസ്റ്റർ പറഞ്ഞത് ശരിയാണ്. അതാ ആ പോകുന്നത് ഡോക്ടറാണോ? എങ്കിൽ അവനെ കല്ലെറിയൂ എന്നാണ് ഈ കാലത്തെ പ്രമാണം. ഡോക്ടർ ജബ്ബാർ തൻ്റെ ഗ്ലാസ് കാലിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഒഴിക്കടോ ഒന്നോടി. വിസ്കിയും ഐസ് കട്ടയും ഇളക്കിക്കൊണ്ട് ഡോക്ടർ ജബ്ബാർ പറഞ്ഞു. രാമചന്ദ്രൻ മാസ്റ്റർ, 50 ഉറുപ്പിക നിങ്ങൾക്ക്, 1 ഉറുപ്പിക പാർട്ടിക്കും. അതിൽ ഒതുക്കണം. അധികം വില പേശാൻ നിൽക്കണ്ട. വേഗം പറഞ്ഞു തീർത്ത് നമുക്ക് തമാശ പറഞ്ഞിരിക്കാം. രാമചന്ദ്രൻ മാസ്റ്റർ ടെലിഫോൺ വെച്ച ഡെസ്കിനടുത്തേക്ക് നീങ്ങുന്നു. ശബ്ദം താഴ്ത്തി പതുക്കെ സംസാരിക്കുന്നു. ഇടയ്ക്കിടെ അയ്യോ അത് ഭയങ്കരമാ എന്ന് പറയുന്നുണ്ട്. എന്താ മാഷേ ഭയങ്കരം? ഡോക്ടർ ജബ്ബാർ ചോദിച്ചു. ഒന്നും പറയണ്ട ഡോക്ടർ, ഒക്കെ വിലപേശൽ തന്നെ. തൻ്റെ ഗ്ലാസ് സിപ്പ് ചെയ്തുകൊണ്ട് മാസ്റ്റർ പറഞ്ഞു. നമുക്ക് 2ൽ തീർക്കാം. പാർട്ടിക്ക് 1.25, ഞങ്ങൾക്ക് 75. ഫലത്തിൽ നിങ്ങൾക്ക് 1.25. ചിരിച്ചുകൊണ്ട് ജബ്ബാർ പറഞ്ഞു. അതെങ്ങനെ? അവർക്ക് നിങ്ങൾ 75-ലധികം കൊടുക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. എന്തായാലും അവരോട് കമ്മീഷൻ വാങ്ങാതിരിക്കില്ലല്ലോ. അധികം തർക്കിക്കേണ്ട എന്ന് പറഞ്ഞത് ഡോക്ടർ തന്നെയല്ലേ? നമുക്കത് ഉറപ്പിക്കാം. ശരി. ഒരു നിശ്വാസത്തോടെ ഡോക്ടർ യൂജിൻ ജബ്ബാർ ഇരുന്നു. രാമചന്ദ്രൻ മാസ്റ്ററും ഇരുന്നു. അതിഥി മുറിയിൽ ജലതരംഗത്തിൻ്റെ സംഗീതമുയർന്നു. ഭക്ഷണം മേശപ്പുറത്ത് തയ്യാറായാൽ റസിയ ഒരു സ്വിച്ച് അമർത്തും. അതുയർത്തുന്ന സംഗീതം കേൾക്കുമ്പോൾ ക്ഷണമായി സ്വീകരിക്കണം. മാഷേ, ഭക്ഷണം വെച്ചിരിക്കുന്നു. ഇവിടെ ആരും വന്നില്ലല്ലോ. 4 പാട് നോക്കിയ ശേഷം മാസ്റ്റർ പറഞ്ഞു. ആരെയും വരുത്താതിരിക്കാനാണ് ഈ വിദ്യ. റസിയയ്ക്ക് എല്ലാ കൽപ്പനകളും സംഗീതത്തിലാണ്. അവൾ മൂളിയാൽ പൂച്ചയും പട്ടിയും മനസ്സിലാക്കും, മനുഷ്യന് മനസ്സിലാവില്ല. ഡൈനിങ് റൂമിലേക്ക് നടക്കുമ്പോൾ രാമചന്ദ്രൻ മാസ്റ്റർ ഡോക്ടർ ജബ്ബാറിനെ പതുക്കെ തോണ്ടിക്കൊണ്ട് ചോദിച്ചു. പുതിയ ആൾ ആംഗ്ലോ ഇന്ത്യൻ ആണെന്ന് കേട്ടല്ലോ, എങ്ങനെയുണ്ട്? കൂൾ ആൻഡ് നൈസ്. 2 പേരും പൊട്ടിച്ചിരിച്ചു. പൊട്ടിച്ചിരിയാണെങ്കിലും അതൊരു കുഴഞ്ഞ ചിരിയായിരുന്നു. താനും തൻ്റെ ലോകവും ചുറ്റുന്നതായി രതിക്ക് തോന്നി. തഹസീൽദാരും ശിപായിയും ആട്ടുതൊട്ടിലിൽ എന്ന പോലെ മേലോട്ടും താഴോട്ടും ചുറ്റിക്കറങ്ങുന്നു. ഡെപ്യൂട്ടി തഹസീൽദാർ അടുത്ത ടേബിളിൽ നിന്ന് തെറിച്ചു മാറുന്നു. താലൂക്ക് ഓഫീസ് ആകെ അടിമറിയുന്നു. ജൂനിയർ സൂപ്രണ്ട് രതി ഒരു നിമിഷം കസേരയിൽ മറിയുന്നു. ഓഫീസ് ജീവനക്കാർ രതിയെ താങ്ങിയെടുത്ത് പഴയ ഫയലുകൾ വെച്ച നീളൻ പെട്ടിയുടെ പുറത്തു കിടത്തുന്നു. രതി ഛർദ്ദിക്കുന്നു. മിനിറ്റുകൾക്കകം രതിക്ക് ഓർമ്മ തെളിഞ്ഞു. താലൂക്ക് ഓഫീസിൽ ഏറ്റവും ആദരണീയയായ ഉദ്യോഗസ്ഥയാണ് കുറുപ്പ് മാസ്റ്ററുടെ മകൾ രതി. എന്തുപറ്റി? രതി ചേച്ചിക്ക് എന്തുപറ്റി? പല സെക്ഷനിൽ നിന്നും സഹപ്രവർത്തകർ അന്വേഷിച്ചെത്തി. ബാത്റൂമിൽ പോയി കാലും മുഖവും കഴുകി വസ്ത്രങ്ങൾ നേരെ ഉടുത്ത ശേഷം രതി സീറ്റിൽ വന്നിരുന്നു. ഫയൽ തുറന്നു. രതി ഇന്ന് ലീവ് എടുക്ക്, പോയി ഡോക്ടറെ കാണണം. തഹസീൽദാർ അഭിമുഖമായി ഇരുന്നു കൊണ്ട് പറഞ്ഞു. അയ്യോ, എനിക്കൊന്നുമില്ല. ഒന്നുമില്ലാതെയാണോ ബോധം കെട്ട് വീണത്? ജൂനിയർ സൂപ്രണ്ടിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി കാർ താലൂക്ക് ഓഫീസിന് മുന്നിൽ വന്നു നിന്നു. ഇനി തർക്കിച്ചു നിൽക്കുന്നത് വൃഥാവിലായിരിക്കുമെന്ന് രതിക്ക് ബോധ്യപ്പെട്ടു. ടൈപ്പിസ്റ്റ് കുഞ്ഞുലക്ഷ്മിയും റവന്യൂ ഇൻസ്പെക്ടർ സാറാമ്മ ജോസഫും ഡെപ്യൂട്ടി തഹസീൽദാർ കുഞ്ഞിരാമക്കുറുപ്പും രതിയോടൊപ്പം കാറിൽ കയറി. ഹൊറൈസണിലേക്ക് വിട്, കുഞ്ഞിരാമക്കുറുപ്പ് ഡ്രൈവറോട് പറഞ്ഞു. പെട്ടെന്ന് രതിയുടെ നട്ടലിലൂടെ ഒരു വിറ പാഞ്ഞ് അവളുടെ ശബ്ദം ഉച്ചത്തിലായി. അവിടെ പോകരുത്, അതൊഴിച്ച് എവിടെയായാലും കുഴപ്പമില്ല. ചെറിയ വാടക വീട്ടിലാണ് കുറുപ്പുമാഷുടെ മകൾ രതി താമസിക്കുന്നത്. ഈ വീട് തന്നെ രതിയുടെ ആവശ്യത്തിൽ കവിഞ്ഞതാണ്. ഒരു മുറിയെ രതിക്ക് വേണ്ടു. രതിക്ക് ആരാണ് സ്വന്തക്കാരായിട്ടുള്ളത്? ആരുമില്ല. അമ്മ വളരെ നേരത്തെ മരിച്ചു. കുടുംബത്തിൽ ബാക്കി വന്ന ജ്യേഷ്ഠത്തിയും മരിച്ചു. ജ്യേഷ്ഠത്തി ടീച്ചറായിരുന്നു. അവരുടെ ഏക മകൻ ഇന്ന് രതിയോടൊപ്പമാണ് താമസിക്കുന്നത്. അവൻ ഹിസ്റ്ററി MA വായിക്കുന്നു. 9 ദിവസം ആശുപത്രിയിൽ കഴിച്ചു കൂട്ടിയ ശേഷം ജൂനിയർ സൂപ്രണ്ട് രതി വാടക വീട്ടിലേക്ക് തിരിച്ചു വന്നു. കിഡ്നി മാറ്റിവെക്കണമത്രേ. രതി ആലോചിച്ചു. ഇതെന്താ മാറ്റിവെക്കാൻ ഫ്യൂസായിപ്പോയ 100 വാട്ടിൻ്റെ ബൾബോ മറ്റോ ആണോ?
9 ദിവസം കൊണ്ട് ഏകദേശം 12,000 ഉറുപ്പിക ചെലവായി. രോഗം അതുപോലെ ബാക്കിയുണ്ട്. ചെലവാക്കിയ പണത്തിന് പകരം ആശുപത്രിയിൽ നിന്ന് കിട്ടിയ ഒരു കെട്ട് ഫയൽ, കാലാകാലം സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റിയ എക്സ്റേ ഫിലിമുകളും സ്കാനിംഗ് റിപ്പോർട്ടും. ടൈപ്പിസ്റ്റ് കുഞ്ഞുലക്ഷ്മി ഒരു കൂട നാരങ്ങയും കൂറ്റൻ കുപ്പി ഹോർലിക്സുമായി കടന്നു വന്നു. എന്താ പെണ്ണേ, ഇതൊക്കെ ആര് തിന്നും? ചേച്ചി തിന്നണം. എനിക്കിനി ഒന്നും വേണ്ട. കിഡ്നി കേടുവന്ന രോഗി, നീന്താൻ അറിയാത്തവൻ നദിയിൽ വീണ പോലെയാണ്. ജീവിതം മുഴുവനും പോയത് തന്നെ. കുഞ്ഞുലക്ഷ്മി അടുക്കളയിൽ കടന്ന് ഒരു ഗ്ലാസ് നാരങ്ങ ജ്യൂസുമായി വന്നു. ഇതൊന്നും കഴിക്കരുതെന്നാ എന്നോട് പറഞ്ഞത്. നീ കഴിക്ക, നിന്റെ മൂകം ചുമക്കട്ടെ. എന്തായടി നിന്റെ പ്രേമം? കുഞ്ഞുലക്ഷ്മി തല താഴ്ത്തി നിന്നു. ജൂനിയർ സൂപ്രണ്ട് രതിയെ ഏവർക്കും ബഹുമാനമാണ്. എടി പെണ്ണേ, എൻ്റെ ജീവിതം ഇത്തരത്തിലായത് പ്രേമം കാരണമാ. പ്രീ യൂണിവേഴ്സിറ്റിക്ക് റാങ്ക് ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷനും കിട്ടി. അപ്പോഴല്ലേ പൂരം വരുന്നത്. എന്നെ പ്രേമിച്ച് നടക്കുന്ന മണിപ്പാലിലെ വിദ്യാർത്ഥി ഡോക്ടറെ എന്നോട് പറഞ്ഞു, ഒരു വീട്ടിൽ ഒരു ഡോക്ടർ മതി. കുഞ്ഞുലക്ഷ്മിയുടെ മുഖം പെട്ടെന്ന് കറുത്തു. രതി അഗാധമായി എന്തോ ആലോചിക്കുകയാണ്. അവർ പെട്ടെന്ന് പറഞ്ഞു നിർത്തി. എൻ്റെ ജീവിതം അവസാനിക്കാറായി. ഒരു വീട്ടിൽ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞത് എത്ര ശരി. പ്രിയപ്പെട്ട ജംബു, കുറുപ്പുമാഷിയുടെ മകൾ രതി എഴുതുന്നു. ഇങ്ങനെ ഒരു എഴുത്ത് നീ പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായും ഉണ്ടാവുകയില്ല. വർഷങ്ങളായി നിന്റെ മനസ്സിൽ മാമ്പുവായി കിടന്ന രതി ഇന്നവൾ മാലിന്യമായിരിക്കുന്നു. നിന്നെ ജംബു എന്ന് ആരെങ്കിലും വിളിക്കാറുണ്ടോ? നീ ഇപ്പോൾ ഡോക്ടർ യൂജിൻ ജബ്ബാർ അല്ലേ? ജീവിതത്തിൽ വിജയങ്ങൾ മാത്രം കൊയ്തെടുത്ത ജബ്ബാർ. ജംബു, നമ്മൾ അവസാനമായി പിരിഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? മണിപ്പാലിൽ നിന്ന് നീ MD കഴിഞ്ഞു വന്നതിൻ്റെ പിറ്റേന്ന് മാച്ചനാരിക്കുന്നിൻ്റെ നെറുകയിലുള്ള എൻ്റെ അച്ഛൻ്റെ പീടിക വരാന്തയിൽ അവസാനത്തെ കണക്കുകൾ പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു. എൻ്റെ ജീവിതാഭിലാഷം നിനക്കറിയാമായിരുന്നില്ലേ? മെഡിക്കൽ കോളേജിൻ്റെ പടിവാതിൽക്കൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്നു. ഒരു വീട്ടിൽ ഒരു ഡോക്ടർ മതി എന്നു നീ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ ജാതകം അച്ഛൻ തന്നെയാണല്ലോ രൂപപ്പെടുത്തിയത്. നിന്റെ ജാതകവും. നിന്നെ എനിക്കറിയുന്നത് പോലെ ആർക്കും അറിയില്ല. നിന്റെ രാപ്പനിയുടെ ചൂട് ഞാനല്ലാതെ മറ്റാരും അനുഭവിച്ചിട്ടില്ല. എനിക്കല്ലാതെ മറ്റാർക്കും ആ പനി അളക്കാനും കഴിയില്ല. കണക്ക് പറഞ്ഞു പിരിഞ്ഞ അന്ന് തൊട്ട് ഒരു ദിവസം പോലും ഞാൻ നിന്നെ ഓർക്കാതിരുന്നിട്ടില്ല. ജീവിതകാലം മുഴുവൻ കരുത്തുള്ള ആ ഓർമ്മയുമായി കഴിയാനായിരുന്നു എൻ്റെ അഭിലാഷം. ജംബു, ഞാനിത് എഴുതുന്നത് എന്തിനാണെന്നോ? എൻ്റെ ഓർമ്മശക്തി കുറഞ്ഞു വരികയാണ്. ഓർമ്മകളുടെ അറകൾ ഓരോന്നായി അടയുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. എന്നെ ബാധിച്ച രോഗം മൂർച്ഛിക്കുമ്പോൾ ഓർമ്മശക്തി കുറഞ്ഞു പോകുമെന്ന് എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു. ഞാനിപ്പോൾ വീട്ടിലാണ്. ഇനി ജോലിക്ക് പോവാൻ ശരീരത്തിനാവതില്ല. മരിക്കുന്നത് വരെ ജംബുവിനെ ഓർത്തുകൊണ്ട് ഈ കൂരയ്ക്കുള്ളിൽ കഴിഞ്ഞുകൂടാനാണ് ഞാൻ ആശിച്ചത്. പക്ഷേ എൻ്റെ ഓർമ്മകൾ. അവസാനമായി ജംബുവിനെ ഒന്ന് കാണണം. ആ കാഴ്ച ഓർമ്മകളുടെ അവസാനത്തെ അറ അടയ്ക്കുന്നത് വരെ സൂക്ഷിക്കണം. ജംബു വരുമോ? സ്വന്തം രതി. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ജബ്ബാർ ഡോക്ടർക്ക് വിശേഷിച്ചൊന്നും തോന്നിയില്ല. അയാൾ കത്ത് വീണ്ടും ഒരാവൃത്തി വായിച്ചു. മനസ്സിലെവിടെയോ ഒന്നുടക്കിയതുപോലെ കത്തുമടക്കി കവറിലിട്ട് ഡോക്ടർ ജബ്ബാർ വീടിനകത്തേക്ക് നടന്നു. വീടിൻ്റെ പാർശ്വത്തിലുള്ള വരാന്തയിൽ റസിയ തൻ്റെ ക്യാൻവാസിന് മുന്നിൽ ബ്രഷുമായി നിൽക്കുകയാണ്. റസിയ അത്ഭുതം വിടർന്ന കണ്ണുകളോടെ ജബ്ബാറിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഈ പകൽ സമയത്ത് നിങ്ങൾ എവിടെ? ഇന്നത്തെ പകൽ ദൈവം അനുവദിച്ചു തന്ന വിശേഷപ്പെട്ട ഒരു കോട്ടയാണ്. എന്തു പറ്റി? ജബ്ബാർ കത്ത് റസിയയുടെ കയ്യിൽ കൊടുത്തു. നീ ഇതൊന്ന് വായിക്ക്. ആരുടെ കത്താണിത്? എനിക്ക് വന്ന കത്ത്. ചെയ്യാൻ അർഹതയില്ലാത്ത കാര്യത്തിൽ ഇടപെടുമ്പോഴുണ്ടാകുന്ന വിമ്മിട്ടത്തോടെ റസിയ ഏറെ നേരം കവർ കയ്യിൽ പിടിച്ച് അതിലെ കയ്യക്ഷരം നോക്കി നിന്നു. ജബ്ബാർ റസിയ വരച്ചുകൊണ്ടിരുന്ന പെയിൻറ്റിങ്ങിലും. ഞാനിത് വായിക്കണമല്ലേ? നല്ല കാര്യം. പൂട്ട് തുറക്കുന്ന കള്ളൻ്റെ പരിഭ്രമത്തോട് റസിയ കവറിൽ നിന്ന് കത്ത് പുറത്തെടുത്തു. തീർച്ചയായും നിങ്ങൾ പോകണം. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ റസിയ പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാനും വരാം. എനിക്കും ആ ഭാഗ്യവതിയെ കാണാമല്ലോ.
തീർച്ചയായും, റസിയ പറഞ്ഞു. നല്ല ബാല്യകാലം നിങ്ങളോടൊപ്പം അവർ ചെലവാക്കി. കളങ്കപ്പെട്ട യൗവനത്തിൽ നിന്ന് അവർക്ക് മോചനവും കിട്ടി. ക്രീം നിറത്തിലുള്ള ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ച് ഡോക്ടർ യൂജിൻ ജബ്ബാർ തയ്യാറായി. റസിയയാണ് കാർ ഓടിക്കുന്നത്. സന്ധ്യയാകാറായതിനാൽ റോഡിൽ നല്ല തിരക്കുണ്ട്. അവരുടെ BMW കാർ കുറുപ്പുമാഷുടെ മകൾ രതിയുടെ വാടക വീടിൻ്റെ മുന്നിൽ നിന്നു. ആദ്യം പുറത്തിറങ്ങിയത് ജബ്ബാർ ആയിരുന്നു. രതിയുടെ മുറിയിലേക്ക് അവർ കടന്നു. അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. രതി പരിക്ഷീണയായി കട്ടിലിൽ കിടക്കുകയാണ്. അതിഥികളെ കണ്ടപ്പോൾ പതുക്കെ എഴുന്നേറ്റ് കട്ടിലിൽ തലേണ വെച്ച് ചാരിയിരുന്നു. ചുള്ളിച്ച കൈപ്പടം ഇരിപ്പിടങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട് രതി പറഞ്ഞു, ഇരിക്കൂ. രതിയുടെ ശബ്ദം ദൈവിക ശബ്ദം പോലെ ജബ്ബാറിനു തോന്നി. ചോര വറ്റിപ്പോയ ശരീരത്തിൻ്റെ ഉടമ മാത്രമാണ് രതി ഇന്ന്. കണ്ണുകൾ നിർജീവങ്ങളാണ്. തലമുടി മിക്കവാറും കൊഴിഞ്ഞു പോയിരിക്കുന്നു. വിളറിയ ചുണ്ടു വിടർത്തി പാതിയടഞ്ഞ കണ്ണുകൾ പാടുപെട്ടു വിടർത്തി രതി ചിരിച്ചു. രാമു, കുടിക്കാൻ കൊണ്ടുവാ. ഇപ്പോൾ ഒന്നും വേണ്ട, ജബ്ബാറും റസിയയും ഒരുമിച്ച് പറഞ്ഞു. പെട്ടെന്ന് എടുക്കും, രതി പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വരാതിരിക്കയില്ലെന്ന് എനിക്കറിയാം. നാരങ്ങാവെള്ളം കുടിക്കുന്നതിനിടയിൽ ഡോക്ടർ ജബ്ബാർ രതിയുടെ രോഗവിവരത്തിൻ്റെ ഫയൽ തുറന്ന് കണ്ണോടിച്ചു കൊണ്ടിരുന്നു. ജംബു, റസിയയെ നോക്കി രതി ക്ഷമാപണത്തോടെ പറഞ്ഞു. അങ്ങനെ വിളിക്കുന്നതിൽ ക്ഷമിക്കണേ. തൻ്റെ നേരെ നോക്കുന്ന ജബ്ബാറിനോട് രതി പറഞ്ഞു. ഇവിടെ എൻ്റെ അടുത്തിരിക്കൂ. വലതുകൈ നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞു. എൻ്റെ നാടി പിടിച്ചു നോക്കൂ. ഡോക്ടർ ജബ്ബാർ കസേര രതിയുടെ കട്ടിലിനടുത്തേക്ക് വലിച്ചു. ഡോക്ടർ രോഗിയെ ആപാദചൂഡം നോക്കി. ആ ശരീരത്തിൽ നിന്ന് രോഗത്തെ അകറ്റി നിർത്തിക്കാണാൻ അയാൾ ആഗ്രഹിച്ചു. ആവുന്നില്ല. രതിയുടെ വലതുകൈ ജബ്ബാർ കട്ടിലിൻ്റെ അറ്റത്ത് ദേഹത്തോട് ചേർത്തു നിർത്തി. രതിയുടെ പൾസിന്മേൽ ജബ്ബാർ തൻ്റെ വിരലുകൾ പതുക്കെ അമർത്തി. രതിയുടെ ദേഹത്തൂടെ എന്തോ പാഞ്ഞുപോയി. കാറ്റു പിടിച്ച പോലെ രോമകൂപങ്ങൾ എഴുന്നു നിന്നു. പിടുത്തം വിട്ടപ്പോൾ രതി ചോദിച്ചു, എത്ര കാലം ജീവിക്കും? മരിക്കും വരെ, ജബ്ബാർ പറഞ്ഞു. രണ്ടു കൈവഴികൾ ഒന്നാവുകയാണ്. ഞാൻ എന്ന ആശയം അവസാനിക്കുകയാണ്. കാലത്തിൻ്റെ അടിയൊഴുക്കിൽ ആശയങ്ങളും അഭിലാഷങ്ങളും മാതൃകകളും കാലഹരണപ്പെട്ടു പോകുന്നു. ഞാൻ എൻ്റെ സ്കൂട്ടർ ഇതാ അവസാനമായി ഗവൺമെൻറ് ആശുപത്രിയുടെ പോർട്ടോക്കോവിനപ്പുറത്ത് നിർത്തിയിടുവാൻ പോകുന്നു. ഈ സ്കൂട്ടറും ഈ ആശുപത്രിയും ഇനി സങ്കല്പങ്ങളിൽ മാത്രം. കുറുപ്പു മാസ്റ്ററുടെ മകൾ, താലൂക്ക് ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് രതിയും ഗവൺമെൻറ് ആശുപത്രിയിലെ ഈ ഞാനും ഭാവനയാകുന്നു. ഞാനിതാ യാത്രയായി. തീവണ്ടി യാത്ര. മീനമാസത്തിലെ പ്രഭാതം. സൂര്യൻ ഉദിച്ചതോടെ ചൂട് തുടങ്ങി. മുടി തൊട്ട് അടിവരെ വെന്തു നീറുന്നു. വിയർപ്പുമണികൾ പൊടിയുന്നു. കുതിപ്പോടും കിതപ്പോടും ഞാൻ നീങ്ങുകയാണ്. തീവണ്ടി വന്നു. മണി മുഴങ്ങി. തീവണ്ടി നീങ്ങി. തീവണ്ടിയിൽ യാത്രക്കാർ കുറവാണ്. മലമുകളിലേക്ക് പോകുന്ന മധ്യവയസ്കയായ അമ്മയും മകളും, തീർത്ഥാടനത്തിന് പോകുന്ന 3-4 ഭക്തന്മാർ. അമ്മയും മകളും ഒറ്റപ്പെട്ട സീറ്റിലാണ് ഇരിക്കുന്നത്. തീവണ്ടി തിരക്ക് കുറഞ്ഞ ഒരു സ്റ്റേഷനിൽ നിന്നു. പ്ലാറ്റ്ഫോം ഉണങ്ങി വരണ്ടിരിക്കുന്നു. മെലിഞ്ഞ ഒരു പശു പ്ലാറ്റ്ഫോമിൻ്റെ അറ്റത്ത് കിടക്കുന്നുണ്ട്. അത് നന്നേ ക്ഷീണിച്ചിട്ടുണ്ട്. അതിൻ്റെ വായിൽ നിന്ന് നുരയും പതയും വരുന്നുണ്ട്. ചുരുട്ടിപ്പിടിച്ച കൊടിയുമായി സ്റ്റേഷൻ മാസ്റ്റർ വണ്ടിക്ക് കാവൽ നിൽക്കുന്നു. ഭക്തന്മാരിൽ ഒരാൾ മുരടയിൽ നിന്ന് വെള്ളം വായിലൊഴിച്ചു. ഭയങ്കര ദാഹം. ആരോടെന്നില്ലാതെ അയാൾ പറഞ്ഞു. കുട്ടി സീറ്റിനടിയിൽ നിന്ന് പ്ലാസ്റ്റിക് വലിച്ചെടുത്ത് സീറ്റിൽ വെച്ചു. അമ്മ സഞ്ചി തുറന്നു. അലൂമിനിയത്തിൻ്റെ ടിഫിൻ പുറത്തെടുത്തു. 5-8 ഇഡ്ഡലിയും മുളക് ചമ്മന്തിയുമാണ് അതിനകത്തുള്ളത്. 2 ഇഡ്ഡലിയും അല്പം ചമ്മന്തിയും മകൾക്ക് കൊടുത്തു. മുഴുവനും തീർക്കരുത്, നമുക്ക് ഇനിയും ഏറെ നേരം സഞ്ചരിക്കണം. ടിഫിൻ അടച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. തിന്നുന്നതിന് മുമ്പ് സീറ്റിനടിയിൽ നിന്ന് വെള്ളം നിറച്ച വെള്ളപ്പാണ്ട് പിടിച്ച ലേബലുള്ള ഒരു ബ്രാൻഡി കുപ്പി പുറത്തെടുത്തു. തീവണ്ടി പതുക്കെ ഓടിത്തുടങ്ങി. റെയിലിനപ്പുറത്ത് പുക പടരുന്നു. റെയിൽ പാളങ്ങൾ ചുട്ടുപഴുക്കുന്നു. പാളങ്ങൾ അവസാനിക്കുന്നിടത്ത് മരീചിക ഉയരുന്നു. ഉണങ്ങി വരണ്ട വയലുകളും കരിയിലയായി മാറിയ ഓലപ്പുരകളും ഒറ്റപ്പെട്ട മനുഷ്യരും കടന്നു പോകുന്നു. മകൾ കണ്ണാടിച്ചില്ലിൽ മുഖം അമർത്തി പുറത്തേക്ക് നോക്കുകയാണ്. ജനവാസം കുറഞ്ഞ ഒരു സ്റ്റേഷനിൽ വണ്ടി നിന്നു. ഇറങ്ങാനും കയറാനും ആരും ഉണ്ടായിരുന്നില്ല. ക്ഷീണിച്ച മണി മുഴങ്ങി. ഒരു വൃദ്ധൻ എഴുന്നേറ്റ് നടക്കും പോലെ വണ്ടി പതുക്കെ നീങ്ങി.
തീർത്ഥാടകർ ഭക്തിഗാനം ആലപിക്കുവാൻ തുടങ്ങി. വണ്ടിയുടെ ഞരക്കത്തിനനുസരിച്ച് ഗാനത്തിൻ്റെ ഗതി നീങ്ങിക്കൊണ്ടിരുന്നു. മുരടയുടെ കൊളുത്തിൽ വിരലിടിച്ചുകൊണ്ട് ഒരു ഭക്തൻ പശ്ചാത്തലമൊരുക്കി. കുന്നുകളും താഴ്വരകളും നീണ്ടുവരുന്ന വയലുകളുമുള്ള ഓലപ്പുരകൾ സമൃദ്ധിയായി കാണുന്ന ഒരു ഗ്രാമത്തിൻ്റെ ചിത്രം. കുന്നിൻ ചെരുവിലെ തറവാട്, വെപ്പുകാരികളും ഭൃത്യന്മാരും ധാരാളമുള്ള അടുക്കള, പത്തായങ്ങൾ നിറഞ്ഞ അകത്തളം, ജന്മിത്വത്തിൻ്റെ മഴവില്ല് പോലുള്ള ഓർമ്മകൾ. വണ്ടി പതുക്കെ നിൽക്കുകയാണ്. ആൾപ്പെരുമാറ്റം കൂടി വരികയാണ്. കോവർ കഴുതകളും കുതിരവണ്ടികളും. ക്ഷേത്രത്തിൻ്റെ വിദൂര ദൃശ്യം. തീർത്ഥാടകർ പരിഭ്രമത്തോടെ ഇറങ്ങി. അമ്മയും മകളും ബാക്കി വന്ന ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു. നിങ്ങൾക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത്? അടുത്ത സ്റ്റേഷനിൽ. അമ്മയും മകളും ഒരുമിച്ചു പറഞ്ഞു. വണ്ടി ഓടുകയാണ്. കെട്ടിടങ്ങളും ആൾപ്പാർപ്പും കുറഞ്ഞു വരികയാണ്. തരിശുനിലങ്ങളുടെ വിസ്തീർണം കൂടി വരുന്നു. മേധസ്സില്ലാത്ത ശരീരം പോലുള്ള നേർത്ത നെൽവരമ്പുകൾ, നടപ്പാതകൾ, പശിമയില്ലാത്ത മണ്ണിൽ കാറ്റടിക്കുമ്പോൾ ഉയരുന്ന പൊടിപടലത്തിൻ്റെ കാഴ്ച. അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിന്നതറിഞ്ഞില്ല. കമ്പാർട്ട്മെൻറ്റിൽ ഇനി ആരുമില്ല. ഞാൻ മാത്രം. എന്നെയും വഹിച്ചു വണ്ടി പതുക്കെ നീങ്ങി. കാനൽ ജലത്തിൽ അവസാനിക്കുന്ന റെയിൽ പാളങ്ങളിലൂടെ വണ്ടി ഓടുകയാണ്. 1998 പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ ഒരു കഥയാണിത്.